യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-18 ജെയിംസ് ചാപ്റ്റർ 5 17-18 ഏലിയാവ് വായിച്ച് ശബ്ദം വായിച്ച്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് എല്ലാവരും ഇപ്പോൾ തന്നെ തീരുമാനിച്ചു. ദൈവം പ്രതീക്ഷിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. അപ്പച്ചൻ നമ്മുടെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ കുട്ടി എന്തെങ്കിലും പറയോ എന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ സംസാരിക്കും അല്ലേ? താങ്ക് യു, സ്തോത്രം. ഒരാളെങ്കിലും അത് പറയേണ്ട ധൈര്യം ഉണ്ടായല്ലോ, സ്തോത്രം. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ നേരത്തെ സംസാരിക്കും. എത്ര? ഒരു 10 മാസം, സ്തോത്രം. ആണോ? അത് 1 വയസ്സാണോ? ആൺകുട്ടികളാണെങ്കിൽ അല്പം ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ ഒരു 1.5 വയസ്സ് എന്നിരിക്കട്ടെ, അല്ലെ 2 വയസ്സ്. ആ 2 വയസ്സാകുമ്പോൾ നമ്മൾ ഇങ്ങനെ 4-5 പേര് വീട്ടിലിങ്ങനെ സംസാരിച്ചിങ്ങനെ വീട്ടിലുള്ളവർ അതിഥിയല്ല ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞ് കാക്കയെന്നോ തത്തയെന്നോ അപ്പനെന്നോ അമ്മയെന്നോ എന്തേലും പറഞ്ഞാൽ, എന്തെങ്കിലും ഇങ്ങനെ പറയാൻ തുടങ്ങും, നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഒന്ന് നിർത്തിക്കേ, കുഞ്ഞെന്താ പറഞ്ഞേ, മോൻ പറഞ്ഞേ, മോള് പറഞ്ഞേ എന്നാ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാൻ ആവലോടെ അപ്പൻ, അമ്മ, ആൻറ്റി, അങ്കിൾ, വലിയപ്പച്ചൻ, വലിയമ്മച്ചി ആയിരിക്കുന്ന ഒരു ചെവി കൊതിക്കുന്നത് പോലെ കാലമുണ്ടായത് തുടങ്ങി. മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഏഞ്ചൽസ്, ദൈവത്തിൻ്റെ എത്രയോ ദൂതന്മാർ, സൈന്യങ്ങളുടെ പരിശുദ്ധൻ കുഞ്ഞാടി നീർക്ക് ദൂതൻ്റെ പാട്ട് കേട്ട് ഇരിക്കുന്ന കർത്താവിൻ്റെ ചെവിയിൽ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ അപ്പച്ചനെ സ്തുതിക്കുമ്പോൾ അതേ ആവശ്യത്തിൽ അപ്പച്ചൻ പറയും, അയ്യോ ഒന്ന് നിർത്തിക്കുക, എൻ്റെ കുഞ്ഞ് ഏതാണ്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് കേട്ടോട്ടെ എന്ന ഒരു ദൈവഹൃദയം. കാരണം അവൻ നമ്മുടെ അപ്പനാണല്ലോ. കേട്ടോ? രാമേൻ പറ, സ്തോത്രം. സോ നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദം മനുഷ്യന് ഇഷ്ടമല്ലായിരിക്കാം. മനുഷ്യർ പറയുക അവൻ പറഞ്ഞ ഒന്നും നടക്കത്തില്ല, അല്ലെ അവൾ പറയുന്നത് ട്രിവാൻഡ്രം മലയാളത്തിൽ പറഞ്ഞാൽ ഗൗനിക്കണ്ട, വകവെക്കണ്ട എന്നൊക്കെ ആയിരിക്കും മനുഷ്യർ പറയുന്നത്. പക്ഷെ മുട്ടുമടക്കി തകർന്ന ഹൃദയത്തോടെ നനഞ്ഞ കണ്ണോടെ അപ്പച്ചനോട് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സ്വീകാര്യമാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പെർഫെക്റ്റായ വാക്കുകളൊന്നും ആയിരിക്കത്തില്ല, പെർഫെക്റ്റായ വാക്കുബലറി ആയിരിക്കത്തില്ല. ഡിക്ഷണറിയിൽ കാണുന്ന കടിച്ചാൽ പൊട്ടാത്ത, അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് നോക്കുന്ന ഒരു വാക്കുകളൊന്നും ആയിരിക്കണമെന്നില്ല. സിമ്പിളായി നിങ്ങൾ പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അയ്യോ എൻ്റെ കുഞ്ഞ് എന്നോടൊന്ന് സംസാരിച്ചിരുന്നു എങ്കിൽ. കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കുന്നതിനെക്കാളും ദൈവത്തിന് നമ്മോട് കൂടെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്, സ്തോത്രം, ദൈവത്തോട് നമ്മൾ സംസാരിക്കണമെന്നുള്ളത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയെന്ന് പറയുന്നത് സകല പരീക്ഷണങ്ങൾ, ജഡം സംബന്ധിച്ചുള്ള, മനസ്സ് സംബന്ധിച്ചുള്ള, ലോകം സംബന്ധിച്ചുള്ള സകല ടെംപ്റ്റേഷൻസ് പരാജയപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. സകല പരീക്ഷകൾ പരാജയപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുമ്പോഴാണ് സകല പരീക്ഷണങ്ങൾ. ആരും മിണ്ടുന്നില്ല. പരീക്ഷണങ്ങൾ, അയ്യോ എനിക്കിങ്ങനെയുള്ള പ്രലോഭനമുണ്ട്, എനിക്കിങ്ങനെയുള്ള കെണികളുണ്ട്, ആ കെണി നിങ്ങളെ തൊടുകയില്ല. കെണിയും കാണും, കെണി ഉണ്ടാക്കുന്നവനും കാണും. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് വഴുതി പോകുന്ന പക്ഷി പോലെ എന്ന് തിരുവചനം പറയുന്നു. ടെംപ്റ്റേഷൻ പരാജയപ്പെടുന്നത്, പരീക്ഷണങ്ങൾ പരാജയപ്പെടുന്നത്, ടെംപ്റ്റേഷൻ പരാജയപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. സാത്താൻ പരാജയപ്പെടുന്നത് പ്രാർത്ഥനയിലാണ്. നമ്മൾ ജയിക്കുന്നത് 2 കാലുകൊണ്ട് നിൽക്കുമ്പോഴല്ല, നമ്മൾ ജയിക്കുന്നത് മുട്ടിന്മേൽ നിൽക്കുമ്പോഴാണ്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ ശരീരത്തിലൊരു തണുപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലൊരു പാടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് ഏറ്റവും നല്ല പാട് നിങ്ങളുടെ മുട്ടിലെ പാടായിരിക്കണം.
ഏറ്റവും നല്ല പാട് നിങ്ങളുടെ മുട്ടിലെ പാട്. ഞാൻ ഈ കന്യാകുമാരി ജില്ലയിൽ കോവിഡ് കഴിഞ്ഞ സമയത്ത് 2002 എന്നാണ് 2022 എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ചർച്ച് ഡെഡിക്കേഷന് വേണ്ടി കടന്നുപോയി. ആ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് വലിയൊരു ചർച്ച്, സ്തോത്രം, മോൻസിലാസ്, ആ മീറ്റിങ്ങിൻ്റെ ആ ഡെഡിക്കേഷൻ ഡേ പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയി. മോൻസിലാസ് വന്ന് അത് ഡെഡിക്കേറ്റ് ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു 4,000 പേരെ കണ്ടപ്പോൾ ഞാനേ അങ്ങ് ആവേശമായി. ബിൽഗേറ്റ്സ് വരെ പറഞ്ഞത് ഇനി ഗ്യാതറിങ് ഉണ്ടാകത്തില്ല, ആൾക്കാർ ലോകത്ത് കൂടത്തില്ല എന്നുള്ള ന്യൂസാണ് വന്നിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 4,000 പേരെ നാഗർകോവിലിനപ്പുറത്ത് കണ്ടപ്പോഴേക്കും സ്തോത്രം, അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പാസ്റ്റർ കൂടെ ആ മീറ്റിങ്ങിനിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നല്ല സ്തോത്രം, അതെ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ നല്ല അവിയലും പൊരിയലും അതെ മീൻകറിയും ഒക്കെ തന്ന് അദ്ദേഹം എനിക്ക് സ്തോത്രം ഭക്ഷണം തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ആഹാരം. ജോൺ ബോസ്കോ അതിന് സ്തോത്രം പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്തോത്രം അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ജനം, കോവിഡ് കഴിഞ്ഞ് ഇത്രയും ആൾക്കാരെത്തി. പ്രോബ്ലി ഇപ്പോൾ ഒരു 15,000 ആൾക്കാരെങ്കിലും ആ ചർച്ചിൽ കാണണം. ഞാൻ ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞാട്ടെ എന്താ കാര്യം, എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധിച്ചത്? ഇത്ര വലിയ ചർച്ച എങ്ങനെയാണ് സാധിച്ചത്? ഇത്ര ജനം എങ്ങനെയാണ് സാധിച്ചത്? ഇത്ര വലിയ ബിൽഡിംഗ് എങ്ങനെയാണ് ഉണ്ടായത്? ഇത്രയും വലിയ ജനക്കൂട്ടം എങ്ങനെയാണ് ഉണ്ടായത്? അതേമാതിരി കാണിച്ചു തരാം. തന്നെ എഴുന്നേറ്റു. സ്തോത്രം. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി ഇരുന്നു. അദ്ദേഹം ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു. സ്തോത്രം. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാം, രഹസ്യം എന്താണെന്ന് പറയാം. അദ്ദേഹത്തേക്ക് പോയി ഒരു സ്തോത്രം നല്ലൊരു ടിൻ, ഒരു പ്ലാസ്റ്റിക് ടിൻ, ട്രാൻസ്പെറൻ്റ് ആണ്, അകത്ത് കിടക്കുന്ന സാധനങ്ങളെ കാണാം. അതെൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അതിലിങ്ങനെ നോക്കുമ്പോൾ വൃത്തിയില്ലാത്ത ഏതാണ്ട് സാധനങ്ങൾ ഇങ്ങനെ അകത്ത് കിടക്കുക. ഞാൻ ചോദിച്ചു, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുട്ടിൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ തഴമ്പിങ്ങനെ ഉണ്ടായി, ആ ത്വക്ക് ഇങ്ങനെ ഇളകി വീണതാണ്. യു വോണ്ട് ബിലീവ്. സ്തോത്രം. ഓൾമോസ്റ്റ് ഒത്തിരി അതിങ്ങനെ സ്തോത്രം ആ ടിന്നിൽ അദ്ദേഹം ഇട്ട് വച്ചേക്കുകയാണ്. വെള്ള തുണിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം. അത്രയും അധികമായി അദ്ദേഹത്തിൻ്റെ മുട്ട കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് പേടിച്ചു പോകും എന്നതുപോലെ അത്ര കട്ടിയാണ്. അതെങ്ങനെ സ്തോത്രം ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ആ തരിമ്പുകൾ അല്ലെങ്കിൽ ആ സ്കിൻ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് സൂക്ഷിച്ചു വയ്ക്കുന്നു. പ്രാർത്ഥനയുടെ കണ്ണുനീർ തുരുത്തിയിൽ സ്വർഗത്തിൽ ദൈവം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നതുപോലെ. ഹല്ലേലൂയ. എന്നിട്ട് ആ ദേവദാസൻ പറഞ്ഞു, സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ കർത്താവ് എന്നെ കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ ഈ ടിന്നും കൂടെ കൊണ്ടുപോകും. സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ കളിയാക്കി പറഞ്ഞതാണ്, എന്നെ കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ വരെ കർത്താവേ എന്ന് എനിക്കെന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ഇത്രയും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിച്ചത്. ദാറ്റ് മീൻസ് അത്ര ഭയങ്കര പ്രാഗൽഭ്യം തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് തനിക്കുണ്ട് എങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് ദ മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനാ മനുഷ്യൻ. പറഞ്ഞ മക്കളെ, എന്താണ് പ്രാർത്ഥനാ മനുഷ്യൻ? ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളെപ്പോഴെങ്കിലും ഭക്തനായ മനുഷ്യൻ എന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ കേൾക്കുമായിരിക്കും. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനാ മനുഷ്യൻ. നോക്കിയേ, മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനാ മനുഷ്യൻ. നിങ്ങൾ മരിക്കുമ്പോൾ സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ കാലത്തിനും നിങ്ങളുടെ ജീവിതകാലത്തിനു ശേഷവും ലോകം നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് നിങ്ങളൊരു ഭക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് പറയുന്നത് അതുപോലെ നല്ല കാര്യമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ പള്ളി പൊട്ടിച്ചവനാണ്, അല്ലെങ്കിൽ അവൻ ദൈവമക്കൾക്ക് ഭാരമാക്കിയവനാണ്, അവൻ അത് ചെയ്തവനാണ്. ഇത് നോ, നമുക്ക് റോങ് ടൈറ്റിൽ നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതകാലത്ത് ഈ പുസ്തകത്തിലുള്ള കർത്താവിനെ നമ്മൾ സേവിക്കുന്ന നിമിത്തം നമുക്കൊരു റൈറ്റ് ടൈറ്റിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥനാ മനുഷ്യൻ. ആരാ പറയുന്നത്? യേശു കർത്താവിൻ്റെ സ്തോത്രം, അതെ, ടിൻ ബ്രദർ അല്ല, യേശു കർത്താവിൻ്റെ അതെ സ്തോത്രം സഹോദരനായ യാക്കോബാണ് ഈ പ്രാർത്ഥനാ മനുഷ്യനായ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പോൾ ഈ യേശു കർത്താവ് ജനിച്ച് വളർത്തപ്പെട്ട അതേ മാതാപിതാക്കളാൽ, യേശു വളർന്ന അതേ വീട്ടിൽ, യേശു കർത്താവ് 30 വയസ്സ് വരെ കഴിച്ച അതേ ഭക്ഷണം കഴിച്ച് വളർന്ന വ്യക്തിയായിരുന്നു ഈ യാക്കോബ്. ഒരിക്കൽ കൂടെ പറയാം, യേശു കർത്താവ് ജനിച്ച് വളർന്നതായ അതേ വീട്ടിൽ അതേ മാതാപിതാക്കളാൽ അതേ ഭക്ഷണം കഴിച്ച് വളർന്നവനായിരുന്നു ഈ യാക്കോബ്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മോനെ ആ വാക്യം കാണിക്കണം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. സ്തോത്രം. അതെ, ഇവൻ മറിയയുടെ മകനും യാക്കോബ്. നോക്കിയേ, യാക്കോബ്, യോസെ,
യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ. അപ്പം 4 ആൺകുട്ടികൾ സ്തോത്രം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ സഹോദരി എന്നല്ല എഴുതിയിരിക്കുന്നത്, പ്ലൂറൽ. സഹോദരികളും, അതിനർത്ഥം ഒന്നിൽ കൂടുതൽ. 2 ചിലപ്പോൾ 3 4 വി ഡോണ്ട് നോ. അപ്പോൾ മിനിമം 2 സഹോദരിമാരും ആർക്കുണ്ടായിരുന്നു? യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ 4 ബോയ്സും 4 സഹോദരന്മാരും 2 സഹോദരിമാരും 6 പേര് മിനിമം മറിയയുടെ മക്കളായി സ്തോത്രം ആ വീട്ടിലുണ്ട്. യേശുവിനെയും കൂടെ കൂട്ടി മറിയയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 7 മക്കളുണ്ടായിരുന്നു. മറിയയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. ചോദ്യം ചോദിക്കേ, മറിയയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, യോസെഫിന് എത്ര മക്കളുണ്ടായിരുന്നു? ഉറങ്ങിയിരുന്നു, ആരാണ്ട് ഞെട്ടി. അതെങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. മറിയയ്ക്ക് 7 മക്കളും യോസെഫിന് 6 മക്കളും. മറിയയുടെ മൂത്ത പുത്രൻ മണ്ണിൻ്റെ സന്തതിയല്ല, വിണ്ണിൻ്റെ സന്തതി അത്രേ. ഹല്ലേലൂയ. അതിന് നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാം, ദ ബേബി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ബേബി. കാരണം അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിട. പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നേ. ഞാനിങ്ങനെ ചോദിക്കുന്നു, ഞാനിങ്ങനെ ചിന്തിക്കുന്നു. ഈ വിലയേറിയ കാര്യമൊക്കെ കൊടുത്തു വിടുമ്പോൾ, വിലയേറിയ പ്രമാണങ്ങൾ, അതുപോലെ വിലയേറിയ വസ്തുക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ, പിള്ളേർ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പറയും, സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. അതുപോലെ ഒരു കേടുമില്ലാതെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ സ്തോത്രം. യുഗങ്ങൾക്ക് മുമ്പേ ഒരു മീറ്റിംഗ് ഉണ്ടായതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി. യുഗങ്ങൾക്ക് മുമ്പ് നിത്യതയിൽ ഒരു യോഗം കൂടിയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യോഗമാണ് ഞാൻ പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ യോഗം നടന്ന പുത്തിരിക്കണ്ടത്തല്ല. ലോകത്തെ ആദ്യത്തെ യോഗം നടന്നത് സ്തോത്രം കണ്ണമൂല സെമിനാരിയിലല്ല, അല്ലെങ്കിൽ അപ്പുറത്തെ ബീച്ചിൻ്റെ പേരെന്തുവാ, ശംഖുമുഖത്തല്ല. ലോകത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് വാഷിങ്ടൺ DC-യിലോ ബക്കിംഗ്ഹാം പാലസിലോ അല്ല. ലോകത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് പിതാ പുത്രനും പരിശുദ്ധാത്മാവുമായി നടന്നതായ റിഡംഷൻ്റെ, വീണ്ടെടുപ്പിൻ്റെ മീറ്റിംഗാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു, ആർ നമുക്ക് വേണ്ടി പോകും? ആരെ ഞാൻ അയക്കേണ്ടു? ആറ് നമുക്ക് വേണ്ടി പോകും? പിതാവ് ചോദിച്ചപ്പോൾ പുത്രൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പോകാം, എന്നെ അയക്കണമേ. അപ്പോൾ പിതാവ് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, കാര്യം നിസ്സാരമല്ല, എല്ലാവരും നിന്നെ തള്ളും, നല്ല സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ട, അവിടെ നല്ലൊരു പരിപാടി ഇല്ല. അവിടെ മുഴുവൻ തിന്മകൾ മാത്രമേ ഉള്ളൂ, തിന്മകൾ മാത്രമേ. അവർ നിന്നെ തള്ളും, അവർ നിന്നെ തല്ലും, അവർ നിന്നെ തകർക്കും, അവർ നിന്നെ ക്രൂശിക്കും. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞാണ്, ഡോണ്ട് വറി, ഈ പറഞ്ഞ പിതാവിൻ്റെ ഹിതത്തിൽ നീ നിന്നാൽ മാത്രം മതി. ഈ പറഞ്ഞ പിതാവിൻ്റെ ഹിതത്തിൽ നീ നിന്നാൽ മാത്രം മതി, ഞാൻ നിന്നെ ഉയർപ്പിക്കും. അതാണ് കാര്യം, അതാണ് ചാലഞ്ച് അതാണ്. ഹല്ലേലൂയ. ദൈവഹിതത്തിൽ നിന്നാൽ മാത്രം മതി. അപ്പോൾ ദൈവഹിതത്തിൽ ഗക്ഷമനയുണ്ട്, ദൈവഹിതത്തിൽ തിരസ്കരണമുണ്ട്, ദൈവഹിതത്തിൽ കുറ്റം പറച്ചിലുണ്ട്. കാരണം നാട്ടുകാരെല്ലാവരും സ്തോത്രം, അതേ നാസറേത്തുകാർ അവനെ അംഗീകരിച്ചിരുന്നാൽ കുറ്റം പറച്ചിലുണ്ട്. നിങ്ങൾ ഞാൻ അനുഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഒറ്റപ്പെടുത്തലുണ്ട്, വിമർശനങ്ങളുണ്ട്, സ്തോത്രം, അതേ തിരസ്കരണങ്ങളുണ്ട്, ഗക്ഷമനയുണ്ട്, ചാട്ടവാറടിയുണ്ട്. പക്ഷേ ഇതൊക്കെ സ്തോത്രം ഉള്ളപ്പോൾ തന്നെ യേശു നിന്നത് അത് ഇസ്രായേലിൻ്റെ മണ്ണിലല്ല. യേശു നിന്നത് ഇസ്രായേലിൻ്റെ മണ്ണിലല്ല, യേശു നിന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലാണ്. Come on, in the name of Jesus. ഏറ്റെടുക്കണം. എൻ്റെ ലൈഫിൽ എന്തോ വന്നാലും I won't compromise. ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ നിൽക്കുന്നത്, ഞാൻ ചെയ്യുന്നത് സകല പ്രാഗൽഭ്യത്തോടെ ദൈവഹിതപ്രകാരം. അതേ നമ്മൾ പറയണം, ഞാൻ ദൈവഹിതത്തിലാണ് നിൽക്കുന്നത്. സോ യുഗങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2025 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ രണ്ടാമനായി യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് മറിയയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ വന്നു സ്തോത്രം, ബേബി, ഹോളി സ്പിരിറ്റ് ബേബിയായി വന്നു. എനിക്ക് പറയാനുള്ള വലിയൊരു പോയിൻ്റ് ഞാൻ പറയട്ടെ. പക്ഷേ വന്നതുപോലെയല്ല തിരിച്ചു കയറിയത്. വന്നത് ബേബിയായി വന്നു, പക്ഷെ തിരിച്ചു പോയപ്പോഴുണ്ടല്ലോ സകല ദുരാത്മാവിനെയും ജയിച്ച് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ചിട്ടാണ് തിരികെ കയറിയത്. ദൈവമക്കളെ, ഇതൊരു വെല്ലുവിളിയാണ് നമുക്ക്. ഒരു മീറ്റിങ്ങിന് വന്ന് കയറുന്നത് പോലെയല്ല അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഇൻ ജീസസ് നെയിം ഒരു മിഷൻ നമുക്കുണ്ട്.
ആ മിഷൻ അക്കോംപ്ലിഷ് ചെയ്യണം. അതിനെ നമ്മെ സഹായിക്കുന്ന ഒരാളുണ്ട്. എന്നെ സഹായിക്കുന്നവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് യേശു കർത്താവിന് കൊടുത്ത അതേ പരിശുദ്ധാത്മാവ്, സെക്കൻഡ് ക്വാളിറ്റി ഹോളി സ്പിരിറ്റ് അല്ല പിതാവായ ദൈവം നമുക്ക് തന്നത്. അതേ പരിശുദ്ധാത്മാവിനെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിങ്ങൾക്കിനി തോൽവിയല്ല ഉള്ളത്, നിങ്ങൾക്ക് ജയമത്രേ ഉള്ളത്. ബർക്കുമെൻസ് പാടിയതുപോലെ തോൽവി ഇല്ല നമുക്ക്, പിന്നെ ജയം മാത്രമേ ഉള്ളൂ. കരകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സോ അങ്ങനെ സ്തോത്രം. മറിയയുടെ 7 മക്കളുണ്ടായിരുന്നു, യോസഫിൻ്റെ 6 മക്കളുണ്ടായിരുന്നു. മറിയയുടെ മക്കളിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു ആത്മീയനായ കർത്താവായ യേശു. സ്തോത്രം. സ്വർഗീയനായ കർത്താവ്. അപ്പോൾ സ്തോത്രം. എപ്പോഴാണോ ഈ ഈ ഈ ഈ ഇഷ്മായേൽ ഇസഹാക്കിനെ എതിർക്കും, ഏശാവ് യാക്കോബിനെ എതിർക്കും, കയ്യൻ ഹാബേലിനെ എതിർക്കും. എക്സാക്ട്ലി അതേപോലെ തന്നെ ഈ ജഡത്തിൻ്റെ സന്തതി ആത്മാവിൻ്റെ സന്തതിയെ എപ്പോഴും എതിർക്കുന്ന ഒരു പരിപാടി തന്നെ ആ വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ വരുന്ന ഞായറാഴ്ച മറിയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കൂടുതലായി കേൾക്കും. സ്തോത്രം. സോ യേശു കർത്താവിൻ്റെ 30 വയസ്സ് വരെ കഠിനാധ്വാനത്തിൽ കർത്താവ് ആ ഭവനത്തെ പോറ്റി എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. 30 വയസ്സ് വരെ കർത്താവ് തൻ്റെ കീഴിലുള്ള 6 സഹോദരങ്ങളെയും അമ്മയും, അപ്പൻ മിക്കവാറും മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഏർലി ഡെത്ത്, മിക്കവാറും നേരത്തെ യോസെഫ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് കഠിനമായി അവരെ സന്ധാരണം ചെയ്തു. 30 വയസ്സ് കഴിഞ്ഞ് കർത്താവ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, നിങ്ങൾക്കറിയാം. എന്നിട്ട് അവൻ കടന്നു വന്ന് സ്തോത്രം. അതെ, ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഈസ് അപ്പോൺ മീ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞ് അവൻ ശുശ്രൂഷ തുടങ്ങി. പക്ഷേ യേശുവിൻ്റെ പ്രസംഗവും പ്രവചനവും രോഗശാന്തിയും അത്ഭുതങ്ങളും ഒന്നും ഈ സ്വന്തം വീട്ടുകാർ അംഗീകരിച്ചില്ല. ആ അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കാത്ത അനുഭവം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിലേക്ക് വന്ന ആ അവസരങ്ങളിൽ ആരംഭ സമയത്ത് നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സ്വന്തക്കാർ എന്നെ അംഗീകരിച്ചില്ല എന്ന ഒരു തിക്തമായ അനുഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ട്. ഈ വേദന വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കല്യാണത്തിന് പോയാൽ അവർ നിങ്ങളോട് സംസാരിക്കത്തില്ല. ഒരു വീട് ഹൗസ് വാമിങ്ങിന് വേണ്ടി പോയാൽ അവർ നിങ്ങൾക്ക് മുഖം തരത്തില്ല. നിങ്ങൾ സ്തോത്രം, നിങ്ങൾ വെള്ളമടിച്ച് ഓടേ കിടന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങൾ ലോകത്തിൻ്റെ വേറെ ഏത് വഴിക്ക് കടന്നാലും ഇവർക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി, നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങളെ വേർപെട്ട് ആരാധിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയും, എപ്പോൾ മനുഷ്യൻ വേണ്ടെന്ന് പറയുമോ, മനുഷ്യൻ തിരസ്കരിക്കുമോ, ദൈവം അംഗീകരിക്കും. ദൈവം അംഗീകരിക്കും. ഇനി ഒരു തമാശയാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ കർത്താവ് സ്തോത്രം 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരെ പിടി മുഴുവൻ വിട്ടുപോയി. യേശുവിൻ്റെ ഉയർപ്പായിരുന്നു എല്ലാവൻ്റെ അടിത്തറ തകർത്തത്. യേശു ഉയർത്തപ്പോഴേക്കും അയ്യോ, നമ്മുടെ അച്ചാച്ചൻ അല്ലെങ്കിൽ നമ്മുടെ അണ്ണൻ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. കാരണം ആരും ഉയർത്തില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആരും ഉയർത്തില്ല. 2 പേര് മരിക്കാതെ പോയെന്നേ ഉള്ളൂ. പക്ഷെ മരിച്ചിട്ട് ഉയർത്ത ആരുമില്ല. ഹാനോക്കും എലിയാവും മരിക്കാതെ പോയെന്നേ ഉള്ളൂ. പക്ഷെ മരിച്ച് എല്ലാവൻ്റെ കല്ലറ അടഞ്ഞു കിടന്നപ്പോൾ സ്തോത്രം, യവൻ്റെ കല്ലറ യെരൂശലേമിൽ തുറന്നിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞാൽ ഇവരുടെ കിളി പോയി എന്നാരാട് പറയുന്ന പോലെ, പിടിവിട്ടുപോയി എന്ന് പറയുന്ന പോലെ. എന്താ സംഭവിച്ച? യാക്കോബ്, യോസെ, യൂദ തുടങ്ങിയതായ ഈ 4 സഹോദരന്മാരും 2 സഹോദരിമാരും അവരെ സ്തോത്രം അതിഭയങ്കരമായ വിശ്വാസത്തിലേക്ക് വന്നു. കാരണം യേശുവിൻ്റെ ലൈഫ് അവർ കണ്ടവരാണ്. ഒരിക്കൽ കൂടെ യേശുവിൻ്റെ ശുശ്രൂഷയാണ് 4 സുവിശേഷകർ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, യേശുവിൻ്റെ ശുശ്രൂഷയാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ പച്ച മനുഷ്യനായ യേശുവിൻ്റെ ജീവിതം, അവനെങ്ങനെയാണ് ഉറങ്ങുന്നത്, അവനെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവനെങ്ങനെയാണ് സ്തോത്രം അതെ കാര്യാദികൾ ചെയ്യുന്നതെന്ന് ലിറ്ററലി വളരെ കൃത്യമായി ഏറ്റവും കുറഞ്ഞത് 30 വർഷം വളരെ നന്നായി കണ്ടവരായിരുന്നു. ആര്? സ്തോത്രം ഈ സഹോദരന്മാർ. പിന്നെ അവർ ദൈവിക വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് യാക്കോബും യൂദയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും വിശ്വാസികളായി. ആരിലൂടെ? യേശുവിൽ വിശ്വസിച്ചു. അർത്ഥം ഞാനൊരു ദൂതായി തന്നെ നിങ്ങളോട് പറയട്ടെ, ഇതാണ് തമാശ. ഏത് കൊച്ചപ്പനാണോ, ഏത് ബന്ധുക്കളാണോ, ഏത് അങ്കിളാണോ, ഏത് ആൻറ്റിയാണോ, ഏത് സഹോദരങ്ങളാണോ നിങ്ങളെ തള്ളുന്നത്, അവൻ്റെ കെട്ടടിപ്പാൻ ഗംഭീരമായി ദൈവം നിങ്ങളെ തന്നെ ഉപയോഗിക്കും. ഗംഭീരമായി. ഞാനെൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് പല ഭൂതങ്ങളെയും പുറത്താക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചത് ബന്ധുക്കളെ ഭൂതങ്ങളെയായിരുന്നു.
റിയലി സ്തോത്രം. അതൊരു അഭിമാനമാണ്. പിന്നെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് നമ്മെ കണ്ട മൈൻഡ് ചെയ്യാത്തൊരു ഏറ്റവും നല്ല കസേര നമുക്ക് വേണ്ടി തുടച്ചിടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ മാനിക്കുന്നത് അഭിഷേകം കൊണ്ടാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിങ്ങളുടെ പക്ഷം ചേരും. സോ ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. എൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റ എണ്ണം പോലും നരകത്തിൽ പോകത്തില്ല. കമോൺ, എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടുള്ള ഒറ്റ എണ്ണം പോലും സ്തോത്രം അതെ നരകത്തിൽ വീഴത്തില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കും. സോ മറിയയുടെ വീട്ടിൽ ഒറ്റ എണ്ണം നഷ്ടപ്പെട്ടു പോയില്ല. മറിയയുടെ വീട്ടിലുള്ള എല്ലാവരും സ്തോത്രം അതെ ദൈവഭാഗത്തേക്ക് കടന്നു വന്ന് സ്തോത്രം. നമ്മൾ ഞായറാഴ്ച പറയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതെ, എങ്കിലും മറിയ പറയും, എൻ്റെ മൂത്ത മോനുണ്ടല്ലോ, അവനാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. മക്കളിലൂടെ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം. എല്ലാ അമ്മയും അപ്പനും അതിന് നന്നായിട്ടൊരു ക്യാപിറ്റൽ ലെറ്റർ ആമയും പറയണം. ഹല്ലേലൂയ. മക്കളിലൂടെ നിങ്ങളെ മാനിക്കുന്നവനായ ദൈവം. മക്കൾ നിങ്ങൾക്കൊരിക്കലും അപമാനമല്ല. മക്കൾ ഒരിക്കലും നിങ്ങൾക്ക് ഭാരമാകത്തില്ല. നിങ്ങളെക്കാളും അതിപ്രസിദ്ധരും എഫക്റ്റീവായ സ്തോത്രം പ്രയോജനമുള്ള പാത്രങ്ങളുമായിരിക്കും നിങ്ങളുടെ മക്കളായ. അങ്ങനെ സ്തോത്രം യാക്കോബ്, യൂദ, ഇവർ രണ്ടുപേരും അപ്പോസ്തലന്മാരായി. നിങ്ങളുടെ പുതിയ നിയമത്തിൽ സ്തോത്രം യാക്കോബിൻ്റെ ലേഖനം നമ്മൾ കാണുന്നു, അതുപോലെ യൂദയുടെ ലേഖനം കാണുന്നു. ഒറ്റ അധ്യായമുള്ള യൂദയുടെ ലേഖനം. ഈ യാക്കോബും യൂദയും യേശു കർത്താവിൻ്റെ ബ്രദേഴ്സാണ്, യേശുവിൻ്റെ സ്തോത്രം സഹോദരന്മാരാണ്. അതെ, ഈ രണ്ട് അപ്പോസ്തലന്മാർ അവർ അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്തോത്രം. അർത്ഥം എനിക്ക് പറയാനുള്ളത്, അതേ അവർ വിശ്വാസികളായി തീർന്നു എന്നല്ല തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. അവർ അപ്പോസ്തലന്മാരായി തീർന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മുടെ വീടുകളും തന്നെ സംഭവിക്കും. ശക്തന്മാരായ ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവദാസിമാർ നമ്മുടെ രക്തബന്ധത്തിൽ പെട്ടവരായി ദൈവത്തിൻ്റെ കൃപയാൽ തീരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. നാഷണലി ഇൻ്റർനാഷണലി പ്രയോജനമുള്ള പാത്രങ്ങളായി നമ്മുടെ ബന്ധുക്കളെ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ. അതിന് നല്ലൊരു ആമേൻ കേൾക്കട്ടെ. അങ്ങനെ ഈ യാക്കോബ് പിന്നത്തേതിൽ നസ്രയത്തായിരുന്നല്ലോ അവരെ ഹോം ടൗൺ. മറിയയുടെ ഹോം ടൗൺ നസ്രയത്തായിരുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 2, 3 തുടങ്ങിയ അധ്യായങ്ങളിൽ അതിശക്തമായി യെരുശലേം ഉണർവുണ്ടായപ്പോൾ ഈ യാക്കോബ് നസ്രയത്തിൽ നിന്ന് താമസം മാറ്റി യെരുശലേമിലേക്ക് കടന്നു വന്നു. യെരുശലേമിലേക്ക് ഈ യാക്കോബ് കടന്നു വന്ന ആ കാലഘട്ടത്തിൽ, അവിടെ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് വേറൊരു യാക്കോബ് അവിടെ ഹെരോദാവിൻ്റെ വാളിനാൽ കൊല്ലപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം സ്തോത്രം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു മോനെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കാണിച്ച്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ലൂക്കോസിലൂടെ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ എന്ന് കൃത്യമായി പറയുകയാണ്. എല്ലാവരും വായിച്ച ആരാണ്? യോഹന്നാൻ്റെ, കേട്ടില്ല ഒരിക്കൽ കൂടെ, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. ആരെ? ഹെരോദാവ്. സ്തോത്രം. അപ്പോൾ പല യാക്കോബുമാരുണ്ട്, പല യൂദമാരുണ്ട്, പല മറിയമാരുണ്ട് വേദപുസ്തകത്തിൽ. ചുരുക്കി പറഞ്ഞാൽ പല യേശുമാരും ബൈബിളിലുണ്ട്. ഒരേ പേരിൽ തന്നെ അറിയപ്പെടുന്നതായ പല സ്തോത്രം വ്യക്തിത്വങ്ങളുണ്ട്. സുരേഷ് എന്ന് പറയുന്നത് ഒരു കോമണാണ്. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്നപ്പോഴേക്കും സ്തോത്രം അതേ എനിക്ക് എൻ്റെ പേരൻസിനോട് വല്ലാത്ത ഒരു വിരോധം തോന്നുകയില്ലായിരുന്നു. കാരണം അവിടെ ചെന്നപ്പോഴേക്കും സ്തോത്രം പെട്ടെന്ന് അതിൻ്റെ മുതലാളി ഒരുത്തന്നെ നോക്കിയിട്ട് പറഞ്ഞു, സുരേഷേ ഈ സാധനം എടുത്ത് പെട്ടെന്ന് കൊടുക്കുക. ഞാൻ അയാളെ മുഖത്ത് നോക്കിയിട്ട് എനിക്കിങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു, വേണ്ടായിരുന്നു എന്നത് ഇതൊരു കോമൺ നെയിം ആയിരിക്കുന്നത് പോലെ ഒരു കോമൺ നെയിം. അതിന് നല്ലൊരു അർത്ഥമുണ്ട്. സൂര്യനേക്കാൾ ശോഭയുള്ളവനാണ് സുരേഷ്. ഈ വിളിച്ചവനും അറിയത്തില്ല, കേട്ടവനും അറിയത്തില്ലെങ്കിൽ അവർ ഈ ഓൺലൈൻ കേട്ട് സ്തോത്രം ഇത് മനസ്സിലാക്കിക്കൊള്ളായിരുന്നു. സൂര്യനേക്കാൾ ശോഭയുള്ളവനാണ് സുരേഷ്. അത് കണ്ടിട്ടാണ് കർത്താവ് പണ്ടേ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ
വെളിച്ചം. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മക്കളെ, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമല്ല. അതൊരു പ്രൊഫറ്റിക് നയമായിരിക്കാം. ഓക്കെ, അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്. സ്തോത്രം. പല യാക്കോബുമാർ വേദപുസ്തകത്തിലുണ്ട്, പല യാക്കോബുമാർ ബൈബിളിലുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സഹോദരനായ ഒരു യാക്കോബുണ്ട്. അവനൊരു VVIP ആയിരുന്നു. പുതിയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ, യാക്കോബിൻ്റെ മകനാകുന്ന യോഹന്നാൻ. അവരെ നിങ്ങൾക്കറിയാം, സ്തോത്രം, സെബദി മക്കൾ എന്ന് അറിയപ്പെടുന്നു. സെബദി മക്കൾ എന്നറിയപ്പെടുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഇടി മക്കൾ എന്ന് അറിയപ്പെടുന്നു. ഇടി മക്കൾ എന്ന് അറിയപ്പെടുന്നു. കയ്യിലിരിപ്പ് നോക്കിയാൽ തൊഴി മക്കൾ എന്നായിരുന്നു എഴുതേണ്ടതെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്നറിയോ? ഒരമ്മ തൻ്റെ 2 പിള്ളേരെയും കൂടെ പിടിച്ചിട്ട് ഇപ്രകാരം വന്ന് യേശുപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞു, ബാക്കിയുള്ള ഒരുത്തനെയും ഈ പഞ്ചായത്തിൽ അടുപ്പിക്കൽ, ഒരുത്തൻ നിൻ്റെ വലതും വേറൊരുത്തൻ നിൻ്റെ ഇടതും ഇരിക്കണം. അപ്പോൾ പിന്നെ തൊഴി മക്കളെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ മാറ്റി നിർത്തി എൻ്റെ 2 പിള്ളേരെയും ഇരുത്തണമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചോ? ആ ദുരാഗ്രഹം സംഭവിച്ചില്ല. പാപ്പനും കൂടെ ആൻറ്റി പറഞ്ഞു സംഭവിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയട്ടെ. ഇത് ബൈബിളിലുള്ളതല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. അതെ, എൻ്റെ ഒരു ഐഡിയ പറയട്ടെ. ആദ്യമായി ഈ 12 അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ നടന്ന യൂദാ കട്ടിഞ്ഞാന്ന് ചത്ത് നരകത്തിൽ പോയി. ഓക്കെ, പക്ഷേ സ്തോത്രം, ബാക്കിയുള്ള 11 പേരിൽ ആദ്യം കൊല്ലപ്പെടുന്നത് യാക്കോബാണ്. ആദ്യം കൊല്ലപ്പെടുന്നത് ആരാണ്? യാക്കോബാണ്. അല്ലേ? റെഡിയാണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആമേൻ പറഞ്ഞോട്ടെ. 11 പേരിൽ, ബാക്കിയുള്ള 11 പേരിൽ ആദ്യം കൊല്ലപ്പെടുന്നത് യാക്കോബാണ്. അപ്പോൾ യാക്കോബ് മരിച്ച് രക്തസാക്ഷിയായി സ്വർഗത്തിൽ പോയപ്പോൾ യേശു കർത്താവ് 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന സിംഹാസനമുണ്ട്. ആദ്യത്തെ കസേരയിൽ സ്തോത്രം യാക്കോബിനെ, ഒന്നാമനായ യാക്കോബിനെ എടുത്തു. സോ യേശുവിൻ്റെ തൊട്ടടുത്ത് തന്നെ യാക്കോബിന് സ്ഥാനം കിട്ടി. പിന്നെ ഓരോ അപ്പോസ്തലന്മാർ ഇങ്ങനെ മരിച്ചു വരികയാണ്. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. ആ 12 പേരിൽ ഒരുവനായിരിക്കും പൗലൂസ് എന്നാണ് എൻ്റെ പക്ഷം. ഞാനവനെ തിരഞ്ഞെടുത്ത പാത്രം എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 9:15 പൗലൂസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്. അല്ലെങ്കിൽ കർത്താവ് പറയുന്നത്, ഞാനവനെ തിരഞ്ഞെടുത്തു. ആർക്ക് പകരമായി കർത്താവ് എന്ന് ചോദിച്ചാൽ, കെട്ടിഞ്ഞാഞ്ഞ് ചത്തില്ലേ യൂദ, അവന് പകരമായി ഞാൻ മത്യാസിനെ അല്ല തിരഞ്ഞെടുത്തത്. കാരണം ദൈവം തിരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കുമല്ലോ. കാമോൺ, ദൈവം തിരഞ്ഞെടുത്തവൻ്റെ വാടി തളർക്കും. മത്യാസിൻ്റെ വാടി തളർത്തതായി നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നില്ല. അർത്ഥം, മത്യാസിനെ കർത്താവ് ഉപയോഗിച്ചതായി എങ്ങും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗലൂസ് യൂദയ്ക്ക് പകരമായി തിരഞ്ഞെടുത്തത്. ആണ് കർത്താവ് തിരഞ്ഞെടുത്ത പൗലൂസിനെയാണ് തിരഞ്ഞെടുത്തത്. സോ പൗലൂസ് മരിച്ചു. അങ്ങനെ 12 അപ്പോസ്തലന്മാർ മരിച്ച് എങ്ങനെ വരുമ്പോൾ ഒടുവിൽ മരിച്ചു വന്നവൻ ആരായിരിക്കും? ഒടുവിൽ മരിച്ചു വന്നവൻ രക്തസാക്ഷിയായിട്ടല്ല, യോഹന്നാനാണ്. അപ്പോൾ യോഹന്നാൻ ആദ്യം മരിച്ചതും അമ്മച്ചിയുടെ മൂത്ത മകനായ യാക്കോബാണ്. ഒടുവിൽ മരിച്ചത് അമ്മച്ചിയുടെ ഏറ്റവും ഇളയ മകനായ യോഹന്നാനാണ്. ആ ചിത്രം നോക്കി, ആദ്യം വന്നവനെ കർത്താവ് ഇങ്ങനെ ഇരുത്തി. സ്തോത്രം. എല്ലാവരും ഇങ്ങനെ വന്നു തിരിഞ്ഞ് അവസാനം നോക്കിയപ്പോൾ ഉള്ളേക്കലെ ഏറ്റവും കടശി, ഏറ്റവും ഇളയവനായ യോഹന്നാൻ വന്നിരുന്നു. അമ്മച്ചി സ്വർഗത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ വലതിരിക്കുന്നു, വേറൊരുത്തൻ ഇടതിരിക്കുന്നു. ഹല്ലേലൂയ. സോ മക്കളെക്കുറിച്ച് നിങ്ങൾ നല്ലത് തന്നെ ആഗ്രഹിക്കണം. പക്ഷേ 2 ടേം നമുക്ക് വേണ്ട. കമ്പാരിസൺ നമുക്ക് വേണ്ട, കോമ്പറ്റീഷൻ വേണ്ട. മനസ്സിലായോ? ആമേൻ പറഞ്ഞോട്ടെ. കമ്പാരിസൺ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കമ്പാരിസൺ ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞ, എൻ്റെ ദൈവം എൻ്റെ ഓഹരി. ഒരിക്കൽ കൂടെ, എൻ്റെ ദൈവം എൻ്റെ ഓഹരി. വീണ്ടും പറഞ്ഞാട്ടെ, എൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കുന്നു. ഒരിക്കൽ കൂടെ, എൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കുന്നു. നിൻ്റെ പിള്ളേരോട് പറയണം, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ ദൈവം കാവൽ നിൽക്കുന്നു. ദൈവമാണ് കാവൽ നിൽക്കുന്നത്. ദൈവമാണ് അത് പരിപാലിക്കുന്നത്. ദൈവത്തിനെ അവരെ പിള്ളേർക്ക് കേട്ട് നടന്നു, ഇവരെ പിള്ളേർക്ക് വലിയ ജോലി കിട്ടി. ഡസൻറ്റ് മാറ്റർ. സ്തോത്രം. ദൈവകൃപയാൽ നിൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കുന്നവനാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വിശ്വാസം ഇതാണ്, കൂട്ടുകാരെ പോലെ അല്ല ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം പരിപാലിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും കോമ്പറ്റീഷൻ നമുക്ക് വേണ്ട, കമ്പാരിസന് നമുക്ക് വേണ്ട. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. ഒത്തിരി ഞാനിന്ന് രാത്രി കാട് കയറുന്നു തോന്നുന്നു. സ്തോത്രം. ഇതൊരു സീരീസാണ്, പ്രാർത്ഥനാ മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ. സ്തോത്രം. നോക്ക്, അങ്ങനെ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ, ഈ യാക്കോബ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ്, സബദി മക്കളിൽ ഒരുവനായ യാക്കോബ്, അവനൊരു VVIP എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ VIP അല്ല? VVIP
VIP ആയത്? അപ്പോസ്തലന്മാരെല്ലാവരും VIP കളെങ്കിൽ ഈ സെബെദി മക്കൾ ആകുന്നതായ യാക്കോബ്, യോഹന്നാൻ, പത്രോസ് അവർ VIP കളാണ്. കാരണം യേശുവിൻ്റെ കോർ ഗ്രൂപ്പായിരുന്നു അവർ. കർത്താവ് മലയിൽ കയറിയാൽ യോമാർ കൂടെ കയറും. കർത്താവ് ഗദശമനയിൽ ഇറങ്ങിയാൽ കൂടെ ഇറങ്ങാം. യേശു കയറുമ്പോൾ കൂടെ കയറുന്നു, യേശു ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങുന്നു. ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലരെ, വിശ്വസ്തരെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ, നിങ്ങളുടെ ലൈഫിൽ നൽകട്ടെ. ഞാൻ നിങ്ങളുടെ മിനിസ്ട്രി മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മിനിസ്ട്രി ഉള്ളൂ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞു. നിങ്ങളുടെ മിനിസ്ട്രിയെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ നല്ല കാലത്ത് മാത്രം നിങ്ങൾക്ക് കെട്ടകാലം വരുമ്പോൾ ബൈ എന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും പോകും. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന അഗപ്പേ ലവ് എന്ന് പറയുന്നത് മിനിസ്ട്രിയുടെ സ്നേഹമല്ല. അഗപ്പേ ലവ് എന്ന് പറയുന്നത് നിങ്ങളെയും കൂടെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അഗപ്പേ ലവ് ആദ്യം സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്, പിന്നെയാണ് നിങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നത്. ബിജിൻ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഡിസംബർ മാസം 29 ബിജിൻ്റെ കല്യാണമാണ്. ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അല്ലയോ? കറക്റ്റാണ്. സ്തോത്രം. ആ ഡേറ്റ് അവൻ്റെ അമ്മ മറന്നാലും എനിക്ക് മറക്കാൻ ഇടിയത്തില്ല. സ്തോത്രം. കാരണം 11 മണിക്ക് പ്രസംഗിച്ചിട്ട് എനിക്ക് അന്ന് തന്നെ ബാംഗ്ലൂർ പ്രസംഗിക്കേണ്ടതാണ്. സ്തോത്രം. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് അവൻ്റെ മിനിസ്ട്രി അല്ല ഞാൻ കരുതേണ്ടത്, ആദ്യം അവരെയാണ് കരുതേണ്ടത്. കുടുംബജീവിതത്തിലേക്ക് പിള്ളേർ പ്രവേശിക്കുമ്പോൾ അവരുടെ ലൈഫ് അവരുണ്ടെങ്കിൽ മാത്രമേ ശുശ്രൂഷിക്കൂ. ഈ പിള്ളേർ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്. നിങ്ങളാരെങ്കിലും കൊള്ളാമെന്ന് ഇതുവരെ പറഞ്ഞോ? പറയാത്ത എല്ലാവരും കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കൈയടിക്കുന്ന അത്രയും നന്ദിയില്ലാത്തൊരു വർഗം. കർത്താവേ, ഓൺലൈൻ കാണുന്ന ആരൊക്കെയോ ചിരിച്ചു. തിരുവനന്തപുരംകാരെ നന്ദിയില്ലാത്തവരെന്ന് ആരും പറയല്ല. കമാൺ, 2 കരങ്ങളെ അടിച്ച് ഈ പിള്ളേരെ ഒന്ന് അപ്രീഷിയേറ്റ്. യെസ് മക്കളെ, ബ്യൂട്ടിഫുള്ളായി പാടിയടാ. പക്ഷേ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ അഗപ്പേല ദൈവസ്നേഹം, അൺകണ്ടീഷണലായ ദൈവസ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹത്തിൽ കേൾക്കണം. അതിൻ്റെ പ്രത്യേകത, നിങ്ങൾ കയറുമ്പോൾ അവർ കൂടെ കയറും, നിങ്ങൾ ഇറങ്ങുമ്പോൾ അവർ കൂടെ ഇറങ്ങും. അതായിരുന്നു 2 സെബെദി മക്കളുടെയും പത്രോസിൻ്റെ പ്രത്യേകത. മറുരൂപമേലെ അവരെ കൂടെ കയറി. സ്തോത്രം. ഗദശമനയിൽ അവർ അതുപോലെ ഇറങ്ങി. ശുശ്രൂഷയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചില ഔട്ട്സ്റ്റാൻഡിങ് സെഷൻസ് ഒക്കെ ആകുമ്പോൾ ചില ഭയങ്കരമായ ആൾക്കാർ കൂടി വരും. അവർ ചോറ് വിളമ്പാൻ കൂടെ നിൽക്കും, അവർ ഷൂസ് എടുത്ത് തുടയ്ക്കാൻ വേണ്ടി നിൽക്കുമൊക്കെ. ചിലപ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഒരു ദിവസം മഴ പെയ്തെന്ന് വിചാരിച്ചു, ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ആവറേജ് മീറ്റിംഗ് ആയിപ്പോയി, മൈൻഡ് ചെയ്യത്തില്ല. സ്തോത്രം. അതാണ് ലോകം. ആവറേജ് ആണെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ സെബെദി മക്കൾ അങ്ങനെയല്ല. ഹല്ലേലൂയ. മഹത്വമായാലും ഗദശമനയിലെ നിലവിളിയായാലും അവർ കൂടെ ഇരിക്കും. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് കർത്താവ് നൽകട്ടെ. മഹത്വത്തിലും കൂടെയുണ്ട്, നിലവിളിയിലും കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. അവനാണ് ഇപ്പോൾ സ്തോത്രം അതേ വാളിനാൽ കൊല്ലപ്പെട്ടത്. ഒരു യാക്കോബ് പോയല്ലോ എന്ന് യെരൂശലേം ചർച്ച് നിലവിളിക്കുമ്പോൾ, ഒരു യാക്കോബ് പോയല്ലോ എന്ന് യെരൂശലേം ചർച്ച് നിലവിളിക്കുമ്പോൾ, ആ യാക്കോബ് അവൻ പില്ലേഴ്സിൽ ഒരാളാണ്. സ്തോത്രം. അതെ, വളരെ നെടുന്തൂണുകളിൽ ഒരാളാണ് ആ മനുഷ്യൻ. പക്ഷേ അതേ പില്ലറായി വേറൊരുവനെ ദൈവം കണ്ടിരുന്നു. അതായിരുന്നു കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. ആ യാക്കോബ് എങ്ങാണ്ട് കിടന്നവനാണ്. എവിടെ? സ്തോത്രം. നസ്രത്തിൽ കിടന്നവനാണ്. സഭാചരിത്രം ഇങ്ങനെ കാണുന്നു. സ്തോത്രം. ആ യാക്കോബ് യെരൂശലേം ചർച്ചിൻ്റെ ബിഷപ്പായി. മറിയയുടെ മകൻ, കർത്താവിൻ്റെ സഹോദരൻ, യെരൂശലേം ചർച്ചിൻ്റെ ബിഷപ്പായി. ആഹാ, കൊള്ളാമല്ല കർത്താവേ. സ്വന്തം സഹോദരനെ ബിഷപ്പാക്കി അല്ലേ? ആദ്യത്തെ പള്ളിയിൽ, ആദ്യത്തെ സഭയിൽ സ്വന്തം സഹോദരനെ ബിഷപ്പാക്കി. കൊള്ളാമല്ലോ, കുടുംബവാഴ്ചയാണല്ലോ കർത്താവേ എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നോ. ഞാൻ വളരെ വാൺ ചെയ്ത് പറയട്ടെ, ജഡരക്തങ്ങളല്ല ആത്മീയ ശുശ്രൂഷയെ നിയന്ത്രിക്കേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജഡരക്തങ്ങളല്ല. എവിടെ ജഡത്തെ? എൻ്റെ കൊച്ചപ്പൻ്റെ മോനാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, എൻ്റെ കുടുംബമാണ്, അല്ലെങ്കിൽ എൻ്റെ ജാതി എന്നൊക്കെ നമ്മൾ ഏതിനെ കൊണ്ടുവരുന്നോ മനസ്സിലാക്കണം. ആ മണ്ണിൻ്റെ മണ്ണിലൂടെ ഇഴയുന്ന ഒരുവനുണ്ട്. മണ്ണ്. പക്ഷെ വിണ്ണിൻ്റെ റിലേഷൻ ആണെങ്കിൽ ഈ മണ്ണിൽ ഇഴയുന്നവന് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. അതുകൊണ്ട് മണ്ണാകല്ല നമ്മുടെ ബന്ധങ്ങൾക്ക് ഉപാധി. ഒരാളിനെ ക്വയർ നിർത്തുന്നെങ്കിൽ, ഒരാൾ സൺഡേ സ്കൂൾ അധ്യാപികയായി തിരഞ്ഞെടുക്കുന്നെങ്കിൽ, ഒരാൾ യൂത്ത് ഗ്രൂപ്പ് ആകുന്നെങ്കിൽ, യൂത്ത് ലീഡർ ആകുന്നെങ്കിൽ, ഒരാൾ വേറെ എന്തെങ്കിലും ശുശ്രൂഷയിൽ വലുതാകട്ടെ ചെറുതാകട്ടെ അതിലാകുന്നെങ്കിൽ ഒരിക്കലും ജഡരക്തങ്ങളല്ല.
യാക്കോബിനെ ഒരു സെബദി മക്കളുടെ യാക്കോബ് പോയി, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ് കൊല്ലപ്പെട്ടു. ആ സ്ഥാനത്ത് ഈ യാക്കോബ് യെരുശലേം ചർച്ചിൻ്റെ ബിഷപ്പായി തീർന്നത് നോട്ട് ബിക്കോസ് ഓഫ് ദ ബ്ലഡ് റിലേഷൻ. ഞാനിത് തെളിയിക്കാം. സ്തോത്രം. ബ്ലഡ് റിലേഷൻ കൊണ്ടല്ല അവൻ ആ സ്ഥാനത്ത് കയറി പറ്റിയത്. സ്തോത്രം. അതെ, പകരം എന്തുകൊണ്ടാണ് അവന് യെരുശലേം ചർച്ച് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഒരു കാര്യമുണ്ട്. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, അവനൊരു പ്രാർത്ഥനാ മനുഷ്യൻ. പെട്ടെന്ന് പറഞ്ഞേ, അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. യെരുശലേം ചർച്ചിൽ എത്ര വിശ്വാസികളുണ്ടായിരുന്നു അന്ന്? യെരുശലേം ചർച്ചിൽ സ്തോത്രം അന്ന് 50,000-ഓളം വിശ്വാസികളുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. മലയാളിയായ മാനസാന്തരപ്പെട് യെരുശലേം ചർച്ചിൽ. കാരണം 3,000 പേർ സ്നാനപ്പെട്ടു, പിന്നെ ഒരു 5,000 പേർ സ്നാനപ്പെട്ടു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5,000-ഓളമായി. അപ്പോൾ പിള്ളേരെന്ത് ചെയ്യേ? അന്ന് ഇന്ദിരാഗാന്ധിക്ക് മുമ്പാണ്. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നപ്പോഴാണ് ഫാമിലി പ്ലാനിങ് ഉണ്ടായിരുന്നത്. ഇത് ഇന്ദിരാഗാന്ധിക്ക് മുമ്പാണ്. ഇന്ദിരാഗാന്ധി ഈ അടുത്ത കാലത്താണ്. അപ്പോൾ നമുക്ക് സ്തോത്രം അന്ന് ധാരാളം കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. സോ എല്ലാം കൂടെ യെരുശലേം ചർച്ചിൽ സ്തോത്രം ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നപ്പോൾ മറ്റായിരക്കണക്കിന് വിശ്വാസികളെക്കാൾ, മറ്റ് ദൈവദാസന്മാരെക്കാൾ സ്തോത്രം യേശുവിനെ ശുശ്രൂഷിക്കാൻ 7 പേരെ തിരഞ്ഞെടുത്തതുപോലെയുള്ളതായ ഡീക്കന്മാരുണ്ടായിരുന്നു. അവരെക്കാൾ മറ്റ് അപ്പോസ്തലന്മാർ, പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഏറ്റവും പ്രാർത്ഥിക്കുന്നവരായിരുന്നു കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. ഓ കം ഓൺ, ഇൻ ജീസസ് നെയിം ചാലഞ്ച് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ യാക്കോബ് പറയും, വെള്ളം വീഞ്ഞായപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് സ്തോത്രം. ഗലീലയിലാണ്, ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയത്തില്ല. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. ഗദരദേശത്ത് നിന്ന് ഭൂതം പുറത്ത് വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. വേണമെങ്കിൽ പറയാം, പല ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻറ്റിലും ആരില്ലായിരുന്നു? ഈ യാക്കോബ് ഉണ്ടായിരുന്നല്ലേ. യാക്കോബ് അമ്മയുടെ വീട്ടിൽ സ്തോത്രം ഇവിടെ നാസ്രയത്തിലായിരുന്നു. പല ഇമ്പോർട്ടൻ്റ് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടതായ ഇവൻറ്റുകൾ സ്വന്തം സഹോദരനായ യാക്കോബ് ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം. അർത്ഥം, പല ലിസ്റ്റിൽ അവൻ കാണത്തില്ലായിരിക്കും. പലരും നിന്നെ തഴഞ്ഞതായിരിക്കാം, പല ലിസ്റ്റിൽ നീ ഇല്ലാത്തതായിരിക്കാം. പക്ഷെ പ്രാർത്ഥനയാണ് വാതിലുകൾ തുറക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന വാതിൽ തുറക്കുന്നതെന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. ഈ കോണ്ടക്സ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നത് പ്രാർത്ഥനയാണ് നിലവാരം മാറ്റി നിന്നെ അവിടെ കയറ്റിയിരുത്തുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ല ചുമ്മാ വാതിൽ തുറന്ന് ചുമ്മാ ഗ്യാസ് പറയുന്ന ഒരു ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ പരിപാടി നടക്കത്തില്ല. സ്തോത്രം. ആക്ച്വലി അതെ, പ്രാർത്ഥനയാണ് നിൻ്റെ നിലവാരം മാറ്റുന്നത്. നിൻ്റെ നിലവാരം ഡ്രസ്സല്ല, കാറല്ല, വീടല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരാത്മീയൻ്റെ നിലവാരം അളക്കുന്നത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഒരാത്മീയൻ്റെ സ്തോത്രം നിലവാരം അളക്കുന്നത് അവൻ്റെ വീടല്ല, അവൻ്റെ ഡിഗ്രി അല്ല, അവൻ്റെ പണമല്ല, അവൻ്റെ സഭയുടെ വലിപ്പമല്ല, എത്ര വർഷം അവൻ എക്സ്പീരിയൻസ് ആണ്, എത്ര ഫേമസ് ആണ്. നോ. ഇന്ന് 2025 എത്രയാണ് ഇന്നത്തെ ഡേറ്റ്? ഒക്ടോബർ മാസം 29-ാം തീയതി. 10 കൊല്ലം മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു, 20 കൊല്ലം. നോ, ഡസൻറ്റ് മാറ്റർ. ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തെ അളക്കുന്നത് ഇന്ന് ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എത്രത്തോളം പ്രാർത്ഥിക്കുന്നു. പലര് സ്തോത്രം പഴയ കഥകളാണ് പറയുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത്, ഇപ്പം പിടിച്ച വല്ലതുകൊണ്ടെങ്കിൽ കൊണ്ടുവാ. 25 കൊല്ലം മുമ്പ് നീ പ്രാർത്ഥിച്ചു, ഓക്കെ സ്തോത്രം. പക്ഷേ ഇപ്പം എത്രത്തോളം പ്രാർത്ഥിക്കുന്നു? ഇപ്പം എത്രത്തോളം നീ എഫക്റ്റീവായിരിക്കുന്നു? ഇപ്പം എത്രത്തോളം ദൈവസ്നേഹത്തിലായിരിക്കുന്നു? ഇല്ല, പണ്ട് അങ്ങനെ ആയിരുന്നു ബ്രദറെ, ഇപ്പോൾ എക്സ്ക്യൂസ് മീ ഞാൻ തണുത്തുപോയി എന്ന് പറയുന്നെങ്കിൽ നിൻ്റെ പേര് പിന്മാറ്റക്കാരൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു പോയി. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. കമോൺ, സ്തോത്രം പറഞ്ഞാട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. ആദ്യത്തെ തീയിലേക്ക് മടങ്ങി വന്നാട്ടെ. ദൈവകൃപയാൽ അണഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ ജ്വലിക്കുവാൻ സമയമായെന്ന് ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. അണഞ്ഞു കിടക്കുന്ന നിന്റെ പ്രാർത്ഥനാ ജീവിതം തിരികെ പിടിച്ചാട്ടെ. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്. സോ യെരുശലേം ചർച്ചിൻ്റെ സെക്കൻഡ് ബിഷപ്പായി സ്തോത്രം അതെ യാക്കോബ് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത് നോട്ട് ബിക്കോസ് ഓഫ് ദ ബ്രദർ ഓഫ് ജീസസ്, യേശുവിൻ്റെ സഹോദരനായത് കൊണ്ടല്ല. നമ്മുടെ ആത്മീയ പൊസിഷൻ സ്തോത്രം അതേ സ്ഥിരീകരിക്കപ്പെടുന്നത് ഒരിക്കലും സ്തോത്രം കുടുംബം കൊണ്ടാകല്ല, ജഡം കൊണ്ടാകല്ല. ഞാനിവിടെ നിന്ന് ഒരിക്കൽ ഇങ്ങനെ സ്തോത്രം കൊറിയൻ ചർച്ച്, യോഡിയോ സെൻറ്റർ ഫുൾ ഗോസ്പൽ ചർച്ച്, അതിനെ യോങ്കിച്ചോയാണ് ആ ചർച്ച് സ്ഥാപിച്ചത്. തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് യോങ്കിച്ചോ ആ ചർച്ചിനെ 3ആയി
ഡിവൈഡ് ചെയ്ത് തൻ്റെ സ്തോത്രം അസോസിയേറ്റ്സിന് കൊടുത്തിട്ട് അവരാണ് ഇപ്പോൾ ആ ചർച്ച നടത്തുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. ഒരു മീറ്റിങ്ങിനിടയ്ക്ക് ആ മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ പ്രസംഗം കേട്ടതായ ഒരു മലയാളി പാസ്റ്റർ, സ്തോത്രം എന്ന് വിചാരിച്ച എല്ലാ മലയാളികൾ അബദ്ധം പറയുമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പെട്ടെന്ന് ചില മലയാളികളെ നമുക്ക് മറക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഓഹോ യോങ്കിച്ചോയ്ക്ക് 3 മക്കളായിരുന്നോ? ഞാൻ ചോദിച്ചേ അതെവിടെ നീട്ടി? ഏത് വേദപുസ്തകത്തിൽ എഴുതിയ ഡേവിഡ് യോങ്കിച്ചോയ്ക്ക് 3 മക്കൾ? അല്ല, ബ്രദർ പറഞ്ഞു യോങ്കിച്ചോ ചർച്ചിനെ 3 ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എടോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ദൈവസഭ മക്കത്തായമല്ല, മരുമക്കത്തായമല്ല. ഓ, അതിനൊരു നല്ല സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. മക്കത്തായമല്ല, മരുമക്കത്തായമല്ല, കുടുംബസ്വത്തല്ല ദൈവസഭ. പിന്നെ ഇങ്ങനെയാണ് ഈ യാക്കോബ് കയറിയത്. കർത്താവേ, അവൻ അങ്ങയുടെ സഹോദരനെന്ന് വിചാരിച്ചു. മറിയ ബാക്കിയുള്ളവന്മാരെ മിണ്ടിപ്പോലെ, എൻ്റെ മോൻ ചത്തത് കൊണ്ടാണ്, എൻ്റെ മോൻ ജീവനെ കൊടുത്താണ് ഇതിനെ സമ്പാദിച്ചത് എന്ന് മറിയ തള്ളി അടുത്ത മോനെ ബിഷപ്പാക്കിയതാണോ? ഒരിക്കലല്ല. അവനൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യെരുശലേം ചർച്ചിൽ വേറെ ഏതവനെക്കാളും ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരനായിരുന്നു ഈ യാക്കോബ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി തീരുമാനിക്കണം, എൻ്റെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ചർച്ചിൽ ഏറ്റവും വലിയ ന്യൂസ് ഏജൻ്റ് എന്നല്ല ഞാൻ പറഞ്ഞേ, എൻ്റെ ചർച്ചിൽ വേറെ എന്തെങ്കിലും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചാലഞ്ച് ചെയ്ത് ഏറ്റെടുക്കണം. എൻ്റെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞേ, ഞാൻ പറഞ്ഞു മത്സരം നമുക്കില്ല, കമ്പാരിസൺ നമുക്കില്ല. പക്ഷേ ഇതൊരു ഓഫീസാണ്, ഇത് വലിയൊരു ഓഫീസാണ്. ജോലിയില്ലാത്ത എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ജോലിയില്ലാത്ത എല്ലാവരും കരങ്ങൾ ഉയർത്തിയ, ജോലിയില്ലാത്ത എല്ലാവരും കരങ്ങൾ, ജോലി ഉള്ളവരും കൂടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. ജോലി ഉള്ളവർക്ക് സ്തോത്രം, അതെ, രണ്ടാമതൊരു ജോലി കൂടെ തരുന്നു. ജോലി ഇല്ലാത്തവർക്ക് ഈ വലിയ ജോലി തരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി. എപ്പം നന്നായി എന്ന് ചോദിച്ചാൽ മതി. ഇത് കേട്ട് വിടല്ലേ പ്ലീസ്. അയ്യോ, ഇത് പ്രാക്ടിക്കലായി ഞാനും തീരുമാനിച്ചാണ് രാത്രി ദൈവകൃപയാൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. 10,000 ആയിരക്കണക്കിന് വിശ്വാസികൾ ഫസ്റ്റ് സെഞ്ചുറിയിലുള്ളപ്പോൾ അവരെല്ലാവരും തള്ളിമാറ്റി മനുഷ്യൻ ഈ ലീഡർഷിപ്പിലേക്ക്, അതും ബിഷപ്പായി, ദ ബിഷപ്പ് ഓഫ് ജെറുസലേം ചർച്ചായി കയറി വന്നത് അവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ഈ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവൻ്റെ നാക്കിൽ തഴമ്പ് കാണും എന്നല്ല നമുക്കറിയാം, അവൻ്റെ മുട്ടിൽ തഴമ്പുണ്ടായിരിക്കും. എൻ്റെ മുട്ടിൽ തഴമ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം തെലുങ്കാനയിൽ പോയി, സ്തോത്രം, ഒരു ആന്ധ്രയിൽ ഞാൻ പോയി ഒരു ഡേ സെഷന് എടുത്ത് ശുശ്രൂഷിക്കുകയായിരുന്നു. 4000 പേരുണ്ടായിരുന്നു. സ്തോത്രം, 4000 പേര്. വളരെ പകല് വർക്കിംഗ് ഡേ ആണ്, പക്ഷേ 4000 പേരുണ്ട്. അതാണ് നമ്മളും അവരും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം. സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും ആ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട പാസ് നിൽപ്പുണ്ട്. സ്തോത്രം, കൃപാകരൻ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ നോക്കുമ്പോൾ ആ പാൻസിൻ്റെ അറ്റത്തൂടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നല്ല കാട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പാദം മുഴുവൻ നല്ല കാട്ടിത്തൊലിയാണ്, നല്ല കാട്ടിത്തൊലിയാണ്. ഈ ചില മരത്തിൻ്റെയൊക്കെ തോലിങ്ങനെ ഇരിക്കുന്ന പോലെ നല്ല കട്ടിത്തൊലിയാണ്. രാവിലെ എഴുന്നേറ്റ് കാളയെ പൂട്ടി കിളയ്ക്കാൻ പോകുന്നത് കൊണ്ടല്ല ആ തഴമ്പുണ്ടായത്. കർത്താവിൻ്റെ മുൻപിൽ വാച്ച് നോക്കാതെ, കലണ്ടർ നോക്കാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ദൈവസഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കാലിൽ തഴമ്പുണ്ടാക്കുന്ന പ്രാർത്ഥനക്കാരിയാണ്. നമുക്കുള്ള കുഴപ്പം നമ്മുടെ നാക്കിലാണ് ഇപ്പോൾ തഴമ്പ്. യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യനോട് സംസാരിക്കാൻ നമുക്ക് നിർത്താം, ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാചമടിക്കുന്ന ഓൺലൈനിൽ ചിലരെങ്കിലും ഇത് കേട്ട് മാനസാന്തരപ്പെട്ടെങ്കിൽ ഉള്ളായിരുന്നു. ഇവിടെ വാചമടിക്കാൻ അങ്ങേറ്റം പ്രഗത്ഭനായ പല പാർട്ടികളുണ്ട്. അവർക്കാണെങ്കിൽ ഈ ആൽഫ എന്ന് പറഞ്ഞ് തുറന്നാൽ പിന്നെ നിർത്താൻ അറിയത്തില്ല. സ്തോത്രം. അങ്ങനെയുള്ള പുള്ളിക്കാരന്മാരത് എല്ലായിടത്തും പറയണം, നീ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈസൻസ് തരികയാണ്. ഈ ബൈബിൾ സ്റ്റഡിക്ക് വന്ന എല്ലാവരും സംസാരിക്കുക, എല്ലാവരോടും ഞാൻ ലൈസൻസ് തരികയാണ്. ഈ ഓവറായിട്ട് വാചകം അടിച്ച്, അത് ഭർത്താവിനെ കുറിച്ചാകട്ടെ, മക്കളെക്കുറിച്ചാകട്ടെ, അവർ ഉണ്ടാക്കുന്ന കറികളാകട്ടെ, അവരുടെ കുടുംബമാകട്ടെ, അവരുടെ ഡ്രസ്സാകട്ടെ, കല്യാണമാകട്ടെ, ഏത് കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വാചകം അടിച്ച് ഇങ്ങനെ കയറി വരുമ്പോൾ, എക്സ്ക്യൂസ് മീ, എത്ര മണിക്കൂർ ആൻറ്റി ഒരു ദിവസം? അപ്പം അവൾ നിൽക്കും, അപ്പം അവൾ സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ്. സ്തോത്രം. അപ്പപ്പൻ നിങ്ങളുടെ ജീവിതത്തെ അളക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് കുട്ടി. ഇൻ ദ നെയിം ഓഫ് ജീസസ്
ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദിവസത്തിൽ പ്രാർത്ഥിച്ചാട്ട്. അതെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ട്. ഇന്ന് രാത്രിയിലും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എപ്പോഴും പ്രാർത്ഥിപ്പാൻ, സമയം വേർതിരിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ സഹായിക്കണമേ. അർദ്ധരാത്രിയിൽ ഞങ്ങളെ തട്ടി ഉണർത്തണമേ. അതൊരു ദൂതാണ്. ഒരു വല്ലാത്ത ഒരു കൾട്ടിൽ ഉള്ളതായ ഒരു സഹോദരി എനിക്കറിയാം. ഇവിടെയല്ല, എറണാകുളം ജില്ലയിൽ ഒരു കൾട്ടിൽ കിടക്കുന്നവളാണ്. ക്രിസ്തീയ വിശ്വാസിയല്ല. സ്തോത്രം. ഒരു കൾട്ടിക്കായിട്ടുള്ള ഒരു വർഷിപ്പിൽ അവളായിരിക്കുകയാണ്. അത് രാവിലെ എല്ലാ ദിവസവും 3 മണിയാകുമ്പോൾ അവളൊരു ശബ്ദം കേൾക്കും, ബേട്ടി ഉഡോ. ഞാൻ പറഞ്ഞ ഹിന്ദി കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഉഡോ ബേട്ടി. രാവിലെ 3 മണിയാകുമ്പോൾ ഉഡോ ബേട്ടി ഉഡോ. രാവിലെ 3 മണിയാകുമ്പോൾ ആ ദുർഭൂതം വന്ന് അവളെ തട്ടി എണീപ്പിക്കുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. ഉണർത്തണമേ അപ്പാ, ഉണർത്തണമേ. യേശുവിൻ്റെ രക്തം ചെയ്യും. ആരോ പറയുമായിരിക്കും, സ്തോത്രം, അയ്യോ ഞങ്ങൾ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യല്ലേ കർത്താവേ. ഉറങ്ങിപ്പോയാൽ പിന്നെ ഇടയ്ക്ക് ഉണർന്നു പോയാൽ പിന്നെ അന്നത്തെ ദിവസം പോയി. നോ, ഇൻ ജീസസ് നെയിം. ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിന് കീഴിലുള്ള മന്ന ചീത്തയാകാതെ ഇരിക്കുന്നത് പോലെ അവൻ്റെ പ്രസൻസിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ, സ്തോത്രം, ദൈവകൃപയിൽ വാടിപ്പോകാതെ ക്ഷീണിക്കാതെ സംരക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സോ യാക്കോബ് വലിയൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഫസ്റ്റ് സെഞ്ച്വറിയിൽ ആദിമ പിതാക്കന്മാർ ഈ യാക്കോബിനെ വിളിച്ചിരുന്നതായ ഒരു പേരായിരുന്നു ഒട്ടകത്തിൻ്റെ കാലുള്ളവൻ. ക്യാമൽനി മാൻ, ഒട്ടകത്തിൻ്റെ കാലുള്ളവൻ. ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കാതെ. ഒട്ടകത്തെ കണ്ടിട്ടുള്ളവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. യെസ്, ഹല്ലേലൂയ. ഒട്ടകത്തെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒട്ടകത്തെ നോക്കണം. ഒട്ടകത്തെ നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ഈ 2 കാലിലും, സ്തോത്രം, മുൻകാലിൽ, ഒട്ടകത്തിൻ്റെ 4 കാലാണല്ലോ അല്ലേ? ആരാണ്ട് ഗൂഗിൾ തപ്പാണ് ഒട്ടകത്തിൻ്റെ അത്ര. ഓക്കെ, സ്തോത്രം. അപ്പോൾ നോക്കുക, ഒട്ടകത്തിൻ്റെ ഈ മുൻകാലിൽ ഈ രോമവും സ്കിന്നും ഒക്കെ ഇങ്ങനെ മാറിയിട്ട് എല്ല് പോലെ, അല്ലെങ്കിൽ എല്ല് കാണത്തക്ക ക്രമത്തിൽ ഒരു പ്രത്യേക പാടും അതിങ്ങനെ തടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ തൊക്കെ കഴിയാം. സ്തോത്രം. അതിനർത്ഥം മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഒട്ടകം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പകരം, സ്തോത്രം, ഒട്ടകം മുട്ടുകുത്തി എഴുന്നേൽക്കുന്നു, മുട്ടുകുത്തി കിടക്കുന്നു. എപ്പോഴും മുട്ടുകുത്തിയാലേ അവന് കാര്യം നടക്കത്തുള്ളൂ, മുട്ടുകുത്തിയാലേ കാര്യം നടക്കത്തുള്ളൂ, മുട്ടുകുത്തിയാലേ അവൻ്റെ ജീവിതം നടക്കത്തുള്ളൂ. വിശ്വാസി പറയും, യെസ്, ഞാൻ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ, പ്രാർത്ഥിച്ചാലേ നടക്കത്തുള്ളൂ. വല്ലതും ജീവിതത്തിൽ നടക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത ഏതവനെയോ കുറിച്ച് കർത്താവ് പറയും, അല്ല, ഞാൻ നിന്നെ പ്രാർത്ഥന പഠിപ്പിക്കും. ചില സമയങ്ങളിൽ മക്കളാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പഠിപ്പിച്ചത്. അർത്ഥം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പഠിച്ചത്. കീറാമുട്ടികൾ പോലെയുള്ള വെല്ലുവിളികൾ, പ്രശ്നങ്ങളാണ് നിങ്ങളെ വലിയ പ്രാർത്ഥനക്കാരികളാക്കിയത്. കേട്ടവർ, അനുഭവിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. പല വിഷയങ്ങളാണ് നിങ്ങളെ പ്രാർത്ഥനയെ, നിങ്ങളുടെ ഭക്തിയെ, നിങ്ങളുടെ വിശ്വാസത്തെ മൂർച്ചയാക്കിയത്. സ്തോത്രം. പണ്ട് കാലത്ത് ഗ്രാമങ്ങളിൽ ഞങ്ങൾ കാട്ടക്കടയൊക്കെ താമസിക്കുമ്പോൾ കത്തിരാവാനുണ്ടോ എന്ന് ചോദിച്ചൊരു തമിഴൻ അതുവഴി ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. കത്തികളിങ്ങനെ എന്തുവാ, സ്തോത്രം, ചാണയ്ക്ക് വയ്ക്കാൻ, അല്ലെങ്കിൽ അതിനെ രാകുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഹരിപ്പാടുകാരെന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഒരു ചക്രവും ഒരു ബെൽറ്റും ഒക്കെ ഉള്ളതായ ആ പുള്ളിയുണ്ട്. അദ്ദേഹം വന്നിങ്ങനെ ഇതിനെങ്ങനെ ചവിട്ടുമ്പോൾ ഈ ചക്രം ഇങ്ങനെ, സ്തോത്രം, നന്നായിട്ട് വേഗതയിൽ കറങ്ങും. എന്നിട്ട് മമ്മി കൊടുക്കുന്നതായ ആ പഴഞ്ചൻ കത്തികൾ അയാളിങ്ങനെ വെച്ച് ഇങ്ങനെ രാകാറുണ്ട്. ഇതുപോലെ നീ തുരുമ്പ് പിടിക്കുമ്പോൾ, നിൻ്റെ മൂർച്ച പോകുമ്പോൾ, കർത്താവ് ചാണയ്ക്ക് വയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ, പല വിഷയങ്ങളിൽ വച്ച് നമ്മുടെ മൂർച്ചകളെ ദൈവമായി കർത്താവ് കൂട്ടാറുണ്ട്. അതുകൊണ്ട് ദൈവകൃപയാൽ നമ്മുടെ പ്രാർത്ഥന ഇതാണ്, പ്രശ്നം തരണമേ എന്നല്ല, എൻ്റെ മൂർച്ച കുറയാതെ എന്നെ സൂക്ഷിക്കണമേ. ഞാൻ മൂർച്ചയുള്ള വ്യക്തിയാകട്ടെ, ഞാൻ എഫക്റ്റീവ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കിങ്ഡത്തിൽ, ദൈവരാജ്യത്തിൽ ഞാൻ എഫക്റ്റീവ് ആകട്ടെ, ഞാൻ പ്രയോജനമാകട്ടെ. കേൾക്കുന്നവരെല്ലാവരും ആമേൻ പറയണം. വ്യക്തിയായി, കുടുംബമായി, ഒറ്റ എണ്ണം വന്ന് കസേരയുടെ പൊടി തുടച്ചിട്ട് പോകല്ല മക്കളെ. സ്തോത്രം. ഇത് അതിനുള്ള സഭയല്ല, സ്ഥലമല്ല. യേശുവിൻ്റെ നാമത്തിൽ കിങ്ഡം ബെനിഫിഷ്യേഴ്സായി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രയോജനമാകണം. അതിനുവേണ്ടി കർത്താവെ മൂർച്ചയുള്ള വ്യക്തിത്വങ്ങളായി
വ്യക്തിത്വമായി, മൂർച്ചയുള്ള സ്തോത്രം ഒരു വ്യക്തിത്വമായി എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കൃപയാൽ അവിടുന്ന് തീർക്കണമേപ്പാ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാനും നടക്കത്തുള്ളൂ. സോ എപ്പോഴും ഒട്ടകം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ, ഒട്ടകം എപ്പോഴും മുട്ടുകുത്തുന്നത് പോലെ യാക്കോബും മറിയയുടെ മറിയയുടെ രണ്ടാമത്തെ മകനാകുന്ന യാക്കോബും എപ്പോഴും മുട്ടുകുത്തി അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ അവനിങ്ങനെ തോന്നിക്കാണും, സ്തോത്രം എൻ്റെ അച്ചാച്ചനോടല്ലയോ ഞാൻ കണ്ടില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നേ. സോ എന്തായാലും ഇൻറ്റിമസി കാണുമല്ലോ. നമുക്ക് പരിശുദ്ധാത്മാവിൽ ആ ഇൻറ്റിമസി ഉണ്ട്. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് സ്തോത്രം ലിറ്ററലി യേശു കർത്താവിനെ അവൻ കണ്ടു വളർന്നവനാണ്. കള്ളം പറയാത്ത യേശു, ചതിക്കാത്ത യേശു, ഹല്ലേലൂയ, വളിപ്പ് പറയാത്ത യേശു. സോ ആ ഡിവൈൻ പ്രസൻസ് സ്തോത്രം ആ ഒരു ലെവലിൽ യാക്കോബ് ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും അവൻ പ്രാർത്ഥിച്ചു പോകും. ഞാൻ പറയട്ടെ, ഇൻ ജീസസിനെ ആ യാക്കോബിനും യൂദയ്ക്കും യോസയ്ക്കും ശിമിയോനും മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ അതേ ഇൻറ്റിമസി ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ആണ്. അതേ ഇൻറ്റിമസി എസ്റ്റാബ്ലിഷ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് കയറി വന്നാട്ടെ, ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവിൽ ആ ചെക്ക് ബുക്ക് മുഴുവൻ ബ്യൂട്ടിഫുൾ സിഗ്നേച്ചർ ഇട്ട് നിങ്ങളുടെ കയ്യിൽ തന്നേക്കുക. ഒരിക്കൽ കൂടെ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങിൽ സിഗ്നേച്ചർ ഇട്ട് ആ ചെക്ക് ബുക്ക് മുഴുവൻ ദൈവാത്മാവ് നിങ്ങൾക്ക് തന്നേക്കുക. അതിലെത്ര എമൗണ്ട് എഴുതണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അർത്ഥം അതേ ഇൻറ്റിമസിയായ അത്രയും ഇൻറ്റിമറ്റായ ആ റിലേഷൻഷിപ്പ് ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ അവൈലബിളാണ്. ഇന്നും അവൈലബിളാണ്. സ്തോത്രം. ആരെപ്പോലെ? യാക്കോബിനെ പോലെ, യോസേഫ് പോലെ, മറ്റു സഹോദരന്മാരെ പോലെ ഇന്നും അവൈലബിളാണ്. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, കർത്താവ് എനിക്ക് ഏറ്റവും സമീപസ്ഥനാണ്. പറഞ്ഞേ, മറ്റേതൊരു ദിവസത്തെക്കാളും മറ്റേതൊരു കാലത്തെക്കാളും മറ്റേതൊരു സീസണേക്കാളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ദിവസങ്ങളാകട്ടെ. ഇത് മറ്റേതൊരു ദിവസത്തെക്കാളും, ഏതൊരു കാലത്തെക്കാളും, ഏതൊരു സീസണേക്കാളും കർത്താവ് ഏറ്റവും സമീപസ്ഥനായിരിക്കട്ടെ. യാക്കോബ് സ്തോത്രം യെരുശലേം ചർച്ചിൻ്റെ ബിഷപ്പായി. ഹി വാസ് ദ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥനാ മനുഷ്യൻ. ശബ്ദമുയർത്തി പറഞ്ഞ എന്തോ മനുഷ്യൻ? ഒരിക്കൽ കൂടെ പറഞ്ഞ ശക്തിയോടെ, പ്രാർത്ഥനാ മനുഷ്യൻ. ആ പ്രാർത്ഥനാ മനുഷ്യനായ യാക്കോബ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വേറൊരു പ്രാർത്ഥനാ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുകയാണ്. താൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ ദൈവം ഉപയോഗിച്ചതായ പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനാ മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. ബൈബിൾ പ്രാർത്ഥനയുടെ പുസ്തകമാണ്. ബൈബിൾ ആരെങ്കിലും എന്തെങ്കിലും നേടിയത് പ്രാർത്ഥനയിലാണ്. അപ്പോൾ യാക്കോബിന് കോട്ട് ചെയ്യാൻ പറ്റുന്ന 100 കണക്കിന് ഉദാഹരണങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സ്തോത്രം. ഉദാഹരണമായി അബ്രഹാമിൻ്റെ പ്രാർത്ഥന, അത് ലോകത്തിനെ വിടുവിച്ചതാണ്. സ്തോത്രം. അതുപോലെ യാബോക്ക് കടവിൽ വെച്ചുള്ള യാക്കോബിൻ്റെ പ്രാർത്ഥന, അത് യാക്കോബിൻ്റെ സ്തോത്രം ഇസ്രായേലാക്കി തീർത്തതാണ്. അതുപോലെ മോശയുടെ പ്രാർത്ഥന 10 ബാധകളെ കൊണ്ടുവന്നതാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാണ്ട്. മരുഭൂമിയിലെ സ്തോത്രം ഭക്തന്മാരുടെ പ്രാർത്ഥന, മോശയുടെ അഹരോൻ്റെ ഒക്കെ പ്രാർത്ഥന, അത് അത്ഭുത അടയാളങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നതാണ്. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ആയുസ്സിനെ ദീർഘമാക്കിയതാണ്. എസ്തേറിൻ്റെ പ്രാർത്ഥന നിയമം മാറ്റിയതാണ്. ദാനിയേലിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും അന്യദേശമാണ്, വേറൊരു സാമ്രാജ്യമാണ്. പക്ഷെ ആ സാമ്രാജ്യത്തെ കാറ്റത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ ഒലപ്പിച്ചതാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. യെസ് എത്ര എക്സാമ്പിൾ കിടക്കുന്നു. സ്തോത്രം. എന്നാൽ ദാനിയേലോ ഹിസ്കിയാവോ മറ്റാരുടെയും എക്സാമ്പിൾ പറയാതെ 2600 വർഷങ്ങൾക്ക് മുമ്പ്, അന്നേക്ക് 600 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യനായ ഒരു ദൈവദാസനെ കുറിച്ച് താൻ പറയുന്നവനാണ് ഏലിയാവ്. എല്ലാവരും പറഞ്ഞാട്ടെ ഏലിയാവ്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ആരാണ് ഏലിയാവ്? ഏലിയാവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാൻ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ.
നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. പെട്ടെന്ന് വാടാം. പെട്ടെന്ന് വാടുന്നവരുണ്ടോ? വെൽക്കം ടു ദ ക്ലബ്. ദൈവത്തിന് പലപ്പോഴും സ്തോത്രം പെർഫെക്റ്റ് വ്യക്തികളെ അല്ല ദൈവം തൊടുന്നത്. കാരണം സ്തോത്രം ദൈവം മാത്രമാണ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആകാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. പക്ഷേ അതേ സമയത്ത് ഞാൻ ഇംപെർഫെക്റ്റ് ആണ്, ഞാൻ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വഴുതിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഹൃദയമുള്ളവനാണ്. ഞാനൊരു തൊട്ടാവാടിയാണ്. സമൂഹത്തിൽ ഞാൻ ആരാണ് പറഞ്ഞേ? ഞാനൊരു തൊട്ടവർ. കാരണം ആ ശബ്ദം കേട്ടപ്പോൾ അപ്പം തന്നെ നിരാശപ്പെട്ട് നിലവിളിച്ചവനാണ് ഏലിയാവ്. ഇപ്പോൾ മതി കർത്താവേ, എൻ്റെ ജീവനെ എടുക്കണമേ. ദൈവം തേടുന്നത് പെർഫെക്റ്റ് വ്യക്തികളെയല്ല. നീ ഇംപെർഫെക്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ലിമിറ്റേഷൻ നിനക്കറിയാം, നിൻ്റെ കുറവുകൾ നിനക്കറിയാം, നിൻ്റെ പരാജയങ്ങൾ നിനക്കറിയാം. പക്ഷേ അതിൻ്റെ നടുവിലും നിന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങായി ഉപയോഗിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കായി സ്വർഗത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പല ആർമികളിൽ എടുക്കുമ്പോൾ സ്തോത്ര കുറവുണ്ടെങ്കിൽ എടുക്കത്തില്ല. മുറിവേറ്റവനെ പല ആർമികളിൽ എടുക്കത്തില്ല. മുറിവേറ്റ് വീട്ടിൽ പൊക്കൊള്ളാൻ പറയുക. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നതല്ല, മുറിഞ്ഞതിനെ മുറിവ് കെട്ടുവാൻ ഞാൻ ഉപയോഗിക്കും. ആഹാ, മുറിഞ്ഞതിനെ മുറിവ് കെട്ടുവാൻ ഞാൻ ഉപയോഗിക്കും. തളർന്നവനാണോ? നമ്മൾ വലിയ തളർച്ചയിലിരിക്കുകയാണ്. ദിസ് സോ പവർഫുൾ. സ്തോത്രം കേൾക്ക്. അതെ, നമ്മൾ തളർന്നിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇതേണ്ട അവൻ തളർന്നിരിക്കുക, 10 പോയി ബലപ്പെടുത്തുക. തളർന്നിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നീ തളർന്നിരിക്കുന്ന 10 പോയി ബലപ്പെടുത്തുക. നമ്മൾ ഡിസ്കറേജ് ആയിരിക്കുക. അപ്പോഴാണ് പറയുന്നത്, അവരെ പോയി എൻകറേജ് ചെയ്യും. നമ്മൾ പോകുന്നത് നമ്മൾ ഡിസ്കറേജ്, അവനെ പോയി എൻകറേജ് ചെയ്യും. നമ്മൾ ശുശ്രൂഷ നിർത്താൻ വേണ്ടി പോവുക. അപ്പോഴാണ് ഉടഞ്ഞു കിടക്കുന്ന 10 പാസ്റ്ററെ തുടങ്ങാൻ വേണ്ടി നീ. സോ അതിനർത്ഥം, അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ. രാവിലെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഉടവുകളിലൂടെ മാത്രമേ അഭിഷേക തൈലം ഒഴുകത്തുള്ളൂ. കോർക്കെട്ട് അടഞ്ഞിരിക്കുമ്പോൾ അല്ല, ഉടഞ്ഞ അവസ്ഥകളിലൂടെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. സോ ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ് എന്ന പദത്തിന് അർത്ഥം ഇതാണ്, ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. യാവേ എന്നെ ബലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ യഹോവ എന്നെ ബലപ്പെടുത്തുന്നു. ഐ എം സോറി, അങ്ങനെയല്ല. യഹോവ എൻ്റെ ബലം. യഹോവ എൻ്റെ ബലം. ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്നല്ല, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. യഹോവ എൻ്റെ ബലം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യഹോവ എൻ്റെ ബലം. ഒരിക്കൽ കൂടെ പറഞ്ഞ്, യഹോവ എൻ്റെ ബലം. രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ദൈവം എൻ്റെ ബലമെന്ന് പറയുന്നതും. ഒരിക്കൽ കൂടെ, ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ദൈവം എൻ്റെ ബലം എന്ന് പറയുന്നതും. ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ദൈവം എന്നെ ബലപ്പെടുത്തി. ഓക്കെ, ഗുഡ്. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ദൈവം ബലപ്പെടുത്തി. അപ്പോൾ ബൈബിൾ സ്റ്റഡി കഴിയുമ്പോഴോ ഞാൻ ബലഹീനനായി. അപ്പോൾ ബൈബിൾ സ്റ്റഡിക്ക് മാത്രം അങ്ങ് കയറി, ബൈബിൾ സ്റ്റഡി കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ കൂടെ വന്ന് കയറുകയും കൂടെ ഇറങ്ങിപ്പോകുകയും ചെയ്യുന്ന ആത്മാവല്ല. ഈ വരത്തുപോക്കിൻ്റെ ആത്മാവാണെങ്കിൽ സൂക്ഷിച്ചോളണം. ഓ ഗോഡ്, കാത്തോളേ അപ്പാ. ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്ന് കയറി, മീറ്റിങ്ങിന് അപ്പം മാത്രം വന്നു, അപ്പം പോയി. പഴയ നിയമത്തിലതായിരുന്നു. ശൗലിൻ്റെ മേൽ ദൈവാത്മാവ് വന്നു, ശിംശോൻ്റെ മേൽ ദൈവാത്മാവ് വന്നു, ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി. സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്കല്ല വന്ന് കയറുന്നേ. നല്ല വർഷിപ്പ് ലീഡറെ കാണുമ്പോൾ, നല്ല കീബോർഡ് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല പ്രീച്ചറിനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒരു ഞെട്ടൽ വരുന്ന വല്ല രോഗമായിരിക്കും. ന്യൂറോളജിസ്റ്റിനെ കാണും. സ്തോത്രം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. 24 മണിക്കൂറും 365 ദിവസവും എല്ലാ ദിവസങ്ങളും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകൾ ഒന്ന്, നിങ്ങളെ എംപവർ ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവ്, നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ 7 ശുശ്രൂഷകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതിലൊന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ആരാകും? നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവം എന്നെ ബലപ്പെടുത്തുന്നു എന്നല്ല, ദൈവം എൻ്റെ ബലം. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നും കൂടെ ഇരിക്കുമ്പോൾ എന്നെ ബലപ്പെടുത്തുകയല്ല, അവനാണ് എൻ്റെ ബലം. നമ്മൾ കഞ്ഞി വയ്ക്കുന്നത് ബലപ്പെടുകയാണ്. നമ്മൾ ബലത്തിലാണ്, ആ ബലത്തിൽ, ദൈവത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. നമ്മൾ ഓഫീസിൽ പോയി ഓരോ കാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ തൊഴിൽപരമായ ഓരോ കാര്യം ചെയ്യുന്നതല്ല, നിൻ്റെ ത്രാണിയിലല്ല, നിൻ്റെ ബലത്തിലല്ല, കർത്താവിൻ്റെ ജ്ഞാനത്തിൽ, കർത്താവിൻ്റെ ബലത്തിലാകട്ടെ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. സോ ഏലിയാവെന്ന് പറയുന്നതായ മനുഷ്യനൊരു നിസ്സാരനായ ഒരു പ്രവാചകനല്ല. സ്തോത്രം. മറ്റാരെക്കാളും വ്യത്യസ്തനാണ്. ഞാൻ പറയാം അതെങ്ങനെയെന്ന്.
സ്തോത്രം. ന്യായപ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്തത് മോശയാണെങ്കിൽ പ്രവാചകന്മാരെ റെപ്രസെൻ്റ് ചെയ്തത് ഏലിയാവാണ്. ആ പദങ്ങൾ കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ന്യായപ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ന്യായപ്രമാണത്തെ പ്രതിനിധീകരിക്കുന്നത് മോശയാണെങ്കിൽ പ്രവാചകന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏലിയാവാണ്. ആ രണ്ട് പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനങ്ങനെ അത് വിശദീകരിക്കാൻ പോയാൽ ഇന്ന് ഈ സബ്ജക്റ്റ് തീരത്തില്ല, അതുകൊണ്ട് ഞാൻ വിടുന്നു. അതെങ്ങനെയാണെങ്കിലേ പറയാൻ വന്നേ, ന്യായപ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മോശയാണ്, പ്രവാചകന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏലിയാവെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? മറുരൂപമലയിലേക്ക് നോക്കിയാൽ മതി. മറുരൂപമലയിൽ കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് നടക്കുക. ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ജനറൽസിൻ്റെ മീറ്റിംഗ് നടന്നേ. ജനറൽസിൻ്റെ മീറ്റിംഗ് നിങ്ങൾക്കറിയാം. ഈ പട്ടാളക്കാരുടെ എല്ലാവരുടെയും മീറ്റിംഗ് നടന്നാലേ മൈതാനം നിറഞ്ഞു കവിയും. സാധാ പട്ടാളക്കാരുടെ മീറ്റിംഗ് നടന്നാലേ മൈതാനം നിറഞ്ഞു കവിയും. പക്ഷേ ജനറൽസ് സംസാരിക്കുമ്പോൾ ആ റൂമിൽ 2-3 പേരെ കാണത്തുള്ളൂ. അത് ടോപ്പ് മീറ്റിംഗാണ്. എന്താ മിണ്ടാത്തേ? കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എവിടെയായിരിക്കും? ഏതോ ജനറൽസിൻ്റെ മീറ്റിങ്ങിലായിരിക്കും. മാസ്റ്റർ പ്ലാൻ ഓഫ് സാൽവേഷൻ ഈ ഭൂമിയിൽ പ്രൊക്ലെയിം ചെയ്ത ആ ടോപ്പ് മോസ്റ്റ് മീറ്റിംഗ് ആണ് മറുരൂപമലയിൽ നടന്നത്. കാരണം അന്ന് മുതലാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ശോഭൻ സാറിയെ സംസാരിച്ചു തുടങ്ങി. അന്ന് മുതലാണ് പറഞ്ഞേ. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കർത്താവ് ഉടനെ പറഞ്ഞത്, സ്തോത്രം, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, എന്നാൽ 3-ാം നാൾ അവന് ഉയർത്തൻ നിൽക്കും. മറുരൂപയിൽ നിന്ന് താഴേക്ക്. എന്താ കർത്താവ് ഇപ്പോൾ വളരെ കൃത്യമായി പറയുന്നത്? അതായത് ഇപ്പം കേട്ടിട്ടാണ് വരുന്നത്. ആരാ പറഞ്ഞത്? പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കുറച്ചല്ലേ ഉണ്ടായിരുന്നു? ഇല്ലല്ല, അവൻ അയച്ച രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. അവൻ അയച്ച 2 പേരുണ്ടായിരുന്നു. കാരണം ഒന്ന് സ്തോത്രം മരിച്ചവരെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു മോശ ന്യായപ്രമാണവും, മറ്റൊന്ന് ജീവനുള്ളവരെ റെപ്രസെൻ്റ് ചെയ്ത് സ്തോത്രം ഒരു ഏലിയാവാം. ഓ കമാൺ, ഹല്ലേലൂയ. സഭയിലും അതാണ് നടക്കുന്നത്. റാപ്ചറിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. ഒരിക്കൽ കൂടെ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. മോശ മരിച്ചവനാണ്. അപ്പോൾ ആവർത്തന പുസ്തകം 34:5 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മോശ മരിച്ചു, അതുകൊണ്ടാണ് ദൈവം അടക്കിയത്. ദൈവം ജീവനുള്ളവനെ അടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം കൊലപാതകയായിപ്പോയി. ഓ കമോൺ, നിങ്ങൾക്ക് മനസ്സിലായി? കിട്ടിയില്ല, നാളെ കിട്ടും, നാളെ രാവിലെ മനസ്സിലാവും. സ്തോത്രം. ദൈവം ജീവനുള്ളവനെ അടക്കത്തില്ല, ദൈവം മരിച്ചവനെ അടക്കത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് മോശ മരിച്ചത് കൊണ്ടാണ് ദൈവം അടക്കിയത്. ദൈവം അടക്കിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അവനാണ് സ്തോത്രം മോശ. സോ മരിച്ചവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മോശ വന്നു. അവൻ ന്യായപ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കാരണം അവനാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. ഹലോ, അവനാണ് 10 കൽപ്പനയുള്ള ന്യായപ്രമാണം കൊടുത്തത്. ആർക്ക്? മോശയ്ക്ക്. അപ്പോൾ പ്രവാചകന്മാരെ റെപ്രസെൻ്റ് ചെയ്ത് ശമൂവേലിന് വരാമായിരുന്നു, യെശയ്യാവിന് വരാമായിരുന്നു, എസെക്കിയേലിന് വരാമായിരുന്നു. സ്തോത്രം. അങ്ങനെ പലർക്ക്. നോ, പ്രവാചകന്മാർ ശ്രേഷ്ഠനായി കർത്താവ് അയച്ചത് ഏലിയാവിനെയാണ് അയച്ചത്. ഞാനന്ന് രാത്രി ചില ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? പുതിയ നിയമസഭയുടെ ശ്രേഷ്ഠന്മാരാ ശുശ്രൂഷകരായ സ്തോത്രം ആരൊക്കെയാണ്? സബദി മക്കളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ യാക്കോബിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള ശ്രേഷ്ഠരായ 2 പേരാണ് പഴയ നിയമത്തിൽ നിന്ന്, മോശയും അതുപോലെ ഏലിയാവും. ജീസസ്. ഒരു ദിവസം ദൂതൻ വന്ന് ഈ ഏലിയാവിന് നിരാശക്കുഴി കിടന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നിനക്ക് എത്ര വായിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തി ദിവസം വായിക്കുന്നവരല്ലേ ബൈബിൾ സ്റ്റഡിക്ക് വന്നാൽ മനസ്സിലാകത്തുള്ളൂ. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ദൂരയാത്ര എന്ന് പറയുന്നത് അവിടെ നിന്ന് ഹോരേബ് പർവ്വതം അല്ലെങ്കിൽ സീനായ് മല വരെയുള്ള ദൂരമാണ്. ഗൂഗിൾ നോക്കിയാട്ടെ. ബെർശേബ മരുഭൂമി മുതൽ സീനായ് മല വരെ ഉള്ളതായ ദൂരം. അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ദൂരയാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ദൂതൻ വന്ന് കർത്താവ് സംസാരിക്കുകയാണ്, നിനക്ക് ദൂരയാത്ര ചെയ്യാൻ. അപ്പോൾ ബെർശേബ മരുഭൂമിയിൽ ചത്താ മതി, കണ്ണുനീർ മാറി ചത്താ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചത്താ മതി എന്ന് പറഞ്ഞ് മരണപ്പാട്ടും ഒക്കെ ആരൊക്കെയോ പാടുന്ന പോലെ അങ്ങനെ മരിച്ചാൽ മതി എന്നിരിക്കുമ്പോൾ കർത്താവ് കൊടുത്ത ദൂത് ചരമദൂതല്ല കൊടുത്തേ. ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വേസ്റ്റ് ടൈമിലാണ് ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ പ്രോജക്റ്റുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കുന്നത്. സന്തോഷം കേട്ടോ. ലൈഫിൻ്റെ ഏറ്റവും വേസ്റ്റ് സീസണിലാണ് ദൈവം ഭയങ്കര പ്രോജക്റ്റുകൾ ഏൽപ്പിക്കുന്നത്. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഞാൻ തെളിയിക്കാൻ ശ്രമിക്കാം, പ്രാർത്ഥിച്ചിരുന്നാട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ച ഹോരേ പർവ്വതം വരെയുള്ള പോക്ക, ഹോരേ പർവ്വതം വരെയുള്ള പോക്കല്ല.
പിന്നെ അത് കഴിഞ്ഞ് അഗ്നി രഥവും വന്ന് അടുത്തൊരു യാത്രയ്ക്ക് പുള്ളി രഥത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ച അതായിരിക്കും ദൂരെ യാത്ര. അപ്പോൾ ആദ്യം വിചാരിച്ച ഹോരേ പർവ്വതം വരെയുള്ള യാത്രയാണ്. പിന്നെ വിചാരിച്ചത് അഗ്നിയാശ്വങ്ങളും അഗ്നിരഥവും എടുത്ത് സ്വർഗത്തിലേക്ക് പോയ യാത്രയായിരിക്കും. അതൊരു യാത്രയല്ലയോ, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുതിയ നിയമം വായിച്ചു വന്ന മത്തായി 17 ഇതാണ്ട് വന്നിരിക്കുന്നു, മരുഭൂമലയിൽ ഇറങ്ങി കിടക്കുന്നു. അപ്പോൾ ഇതൊരു ദൂരയാത്രയാണ്. പോയതുപോലെ അവൻ വീണ്ടും വന്ന് താഴെ നിൽക്കാതെ വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ്. അല്ല, ഏലിയ വന്നിട്ട് പിന്നെ അതുവഴി ആ പഞ്ചായത്തിൽ കറങ്ങി നടന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. 2000 വർഷങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായ ആ മീറ്റിങ്ങിന് മോശെ ഏലിയാവ് വന്നിട്ട് ഊടാടി നടക്കുന്നു. നോ, അങ്ങനെയില്ല. അപ്പോൾ സ്തോത്രം, ഒരേ പർവ്വതം, പിന്നെ സ്വർഗത്തിലേക്ക് പോയി, സ്വർഗത്തിൽ പിന്നെ മരുഭൂമലയിലേക്ക് വന്നു, മരുഭൂമലയിൽ നിന്ന് പിന്നെയും മേലെ പോയി, ദൂരയാത്ര. ഒടുവിലായി വെളിപ്പാട് പുസ്തകം 11 അധ്യായം വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു ഭയങ്കര നീപ്പുണ്ട്. ഞാൻ പറയാൻ പോവാ, കർമ്മേലിൽ നിൽക്കുന്നത് പോലെ അങ്ങൊരു നീപ്പുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഡെയിലി കർമ്മേൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാ ദിവസവും അത്ഭുതം അടയാളം നടക്കുകയാണ്. എല്ലാ ദിവസവും ആകാശത്ത് തീ വീഴുന്നത് പോലെയുള്ള പരിപാടികളാണ്. പണ്ട് 3.5 വർഷത്തെ സ്തോത്രം, അതേ ആദ്യത്തെ 2600 വർഷങ്ങൾക്ക് മുമ്പുള്ളതായ അന്നത്തെ ശുശ്രൂഷയിൽ ഒരു കർമ്മയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. ഒരിക്കൽ കൂടെ 2600 വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ഹാഫ് 3.5 വർഷം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഹാഫ് 3.5 വർഷത്തിൽ ഒറ്റ കർമ്മയിലേ ഉണ്ടായിരുന്നല്ലോ. ഒരു പ്രാവശ്യം മാത്രമാണ് തീ വീണതെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ കാലത്തെ രണ്ടാം 3.5 വർഷം അതിനേക്കാൾ മഹത്തരമായി, അതിനേക്കാൾ ശക്തിയുള്ളതായി, അതിനേക്കാൾ പ്രഭയുള്ളതായി, അതിനേക്കാൾ ദൈവകൃപയുള്ളതായി വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിലും ആരോടോ പരിശുദ്ധാത്മാവിനെ പറയാനുള്ള ദൂത് ഇതാണ്: നിൻ്റെ 1-ാം പകുതിയേക്കാൾ ഏറ്റവും തേജസ്സുള്ളതായിരിക്കും നിൻ്റെ 2-ാം പകുതി. ഹല്ലേലൂയ. നിൻ്റെ ഫസ്റ്റ് ഹാഫിനേക്കാൾ ഏറ്റവും മഹത്തരമായിരിക്കും സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ വചനമേ, പ്രാർത്ഥന മനുഷ്യൻ ആകുന്നതായ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും മങ്ങിപ്പോകത്തില്ല. നിരാശ നിങ്ങൾക്കുള്ളതല്ല, അൽഷിമസ് നിങ്ങൾക്കുള്ളതല്ല, മാരക രോഗങ്ങൾ നിങ്ങൾക്കുള്ളതല്ല, പ്രതിസന്ധികൾ നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ മൂർച്ചകൾ കുറയത്തില്ല, നിങ്ങളുടെ തീ നഷ്ടപ്പെടത്തില്ല, നിങ്ങൾ അണഞ്ഞ ഒരാൾ കാണുകയില്ല, നിങ്ങൾ വാടി നിൽക്കുന്നതാരും കാണുകയില്ല, നിങ്ങൾ നനഞ്ഞ തോട്ടമായിരിക്കും, നിങ്ങൾ വറ്റാത്ത നീരുറവയായിരിക്കും. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ കമാൺ ശക്തിയോടെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിച്ചേ. ആർക്കൊക്കെ ഒരു സെക്കൻഡ് ഹാഫ്, ഒരു 2-ാം പകുതി കർത്താവ് നൽകുന്നു. ഈ ഒക്ടോബർ തീരാറാകുന്ന ഈ സമയത്ത് ഒരു 2-ാം പകുതി ദൈവം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഫസ്റ്റ് ഹാഫിനേക്കാൾ ഒത്തിരി മഹത്തരമായിരിക്കും സെക്കൻഡ് ഹാഫ്. പക്ഷേ മനസ്സിലാക്കണം, ന്യായപ്രമാണത്തെ റെപ്രസെൻ്റ് ചെയ്ത മോശ നിന്നു, പ്രവാചകന്മാരെ റെപ്രസെൻ്റ് ചെയ്ത ഏലിയാവ് നിന്നു. പക്ഷേ ആ മനുഷ്യൻ സ്തോത്രം, നമ്മൾ ഇത്ര വലിയ ഉന്നതമായ ലെവലിൽ, ഒരു വലിയ ഭയങ്കരമായ ശുശ്രൂഷയിൽ 100 കണക്കിന് പ്രവാചകന്മാരുണ്ട്. അവരെല്ലാവരും റെപ്രസെൻ്റ് ചെയ്ത് ആ പ്രവാചകന്മാരുടെ ലീഡറായി സ്തോത്രം ദൈവത്താൽ ഐക്യപ്പെട്ടവനായി ഇവൻ നിൽക്കണമെങ്കിൽ, അവൻ്റെ കാണുന്ന മണ്ഡലത്തിൽ ഇങ്ങനെ സ്തോത്രം ഇവൻ ഹൈറ്റോടെ നിൽക്കണമെങ്കിൽ, കാണാത്ത മണ്ഡലത്തിൽ അവൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണ്. എത്രയൊക്കെ മനസ്സിലായി? ചോദ്യം എന്താണ്? നിൻ്റെ അടിസ്ഥാനം എത്രത്തോളം സ്ട്രോങ് ആണ്? ചോദ്യം എന്താണ്? അടിസ്ഥാനം എത്രത്തോളം സ്ട്രോങ് ആണ്? ചിലർ പറയും എനിക്ക് അടിസ്ഥാനം ഇല്ല. അതാണ് ലിഫ്റ്റിൽ കയറുമ്പോൾ നീ പോകുന്ന ഭും ഒരു ശബ്ദം കേൾക്കും. ഈ ലിഫ്റ്റിൽ കയറാൻ തന്നെ ഈ ചിലർ കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ നമുക്കറിയാം ഇത് അടിസ്ഥാനമില്ലാത്ത കക്ഷിയാണ്. ഹല്ലേലൂയ. കൈ ഉയർത്തട്ടെ, കേട്ടിരുന്നാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സൂപ്പർ കൺസ്ട്രക്ഷൻ, മണ്ണിന് മുകളിലുള്ളതായ നിറവും ചുവരും നിലയും ഗ്ലാസും പെയിൻറ്റും അതല്ല, നിങ്ങളുടെ മണ്ണിന് അടിയിലുള്ളതായ ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, അത് ബലപ്പെട്ടിരിക്കണം. ഞാൻ പറഞ്ഞ ഉപമ മനസ്സിലായോ? മെറ്റഫോർ ഞാൻ പറഞ്ഞതായ ഒരു ഉപമ മനസ്സിലായി. നിങ്ങളുടെ ഫൗണ്ടേഷൻ എത്രത്തോളം ബലപ്പെട്ടിരിക്കോ
നിങ്ങളുടെ മണ്ണിനടിയിൽ കാണാത്ത മണ്ഡലത്തിൽ എത്രത്തോളം ബലപ്പെട്ടിരിക്കുമോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്പിരിച്വൽ സ്ട്രെങ്ത്. മയക്കം പിടിച്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ആർക്കും കഴിയും. വേദപുസ്തകം കാണാതെ പഠിച്ച് പറയുന്ന രാഷ്ട്രീയക്കാർ വരെയുണ്ട്. അവരുടെ ബുദ്ധിയല്ല, അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബൈബിൾ വായിക്കുന്ന ഏതോ പാരമ്പര്യ ക്രിസ്ത്യാനികളുണ്ടായിരിക്കും. അവർ 23-ാം സങ്കീർത്തനോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളോ ഒക്കെ എഴുതി രാഷ്ട്രീയക്കാർക്ക് കാണാതെ പഠിക്കാൻ വേണ്ടി കൊടുക്കും. പാവം പുള്ളി ഇരുന്ന് രാത്രി വെള്ളമടിച്ച് എന്തോ ഞാൻ പറഞ്ഞേ, അതെ, ഉറക്കം മാറ്റി വെച്ച് അവനിങ്ങനെ കാണാതെ പഠിച്ച് പിറ്റേന്ന് രാവിലെ വന്ന് സ്തോത്രം, അതെ, രാഷ്ട്രീയക്കാരിങ്ങനെ വാക്യം പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ ആത്മാവിലാവും. ഓ സാറാ ദൈവവചനം പറഞ്ഞേ. കാണാതെ പഠിച്ചാൽ ഏതവനും ബൈബിൾ പറയാമോ? അതല്ല ഞാൻ പറയുന്നത്. പ്ലാറ്റ്ഫോമിലെ കസർത്തല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കാണാത്ത മണ്ഡലത്തിൽ ആരും ഇല്ലാതിരിക്കാൻ നീ എങ്ങനെയായിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ എങ്ങനെയായിരിക്കുന്നു. സ്തോത്രം, അതെ, നിൻ്റെ ഫൗണ്ടേഷൻ, നിൻ്റെ ബേസ്മെൻറ്റ് എത്രത്തോളം ബലപ്പെട്ടിരിക്കുന്നു. സോ അതാ എനിക്ക് പറയാനുള്ളത്. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ബലം പ്ലാറ്റ്ഫോമിലല്ല. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ബലം സ്തോത്രം രഹസ്യത്തിലാണ്. കാരണം പ്രാർത്ഥനാ മനുഷ്യൻ്റെ പ്രകടനം പരസ്യത്തിലല്ല, അവൻ മുട്ടിന്മേൽ രഹസ്യത്തിലാണ് അവൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. കർത്താവ് 3 കാര്യം പരസ്യത്തിൽ ചെയ്യില്ലെന്ന് പറഞ്ഞു. 1, ഭിക്ഷ കൊടുക്കുന്നത് പരസ്യത്തിൽ ചെയ്യാൻ പാടില്ല. ഭിക്ഷ കൊടുക്കുന്നത് സ്തോത്രം പരസ്യത്തിൽ ചെയ്യല്ലേ. സ്തോത്രം, ഭിക്ഷ കൊടുക്കുന്നത്, സാധുക്കളെ സഹായിക്കുന്ന, നമ്മൾ ആരൊക്കെയോ സഹായിക്കുന്നതെന്ന് ഓഫീസ് സ്റ്റാഫ് പറയുന്നു, എനിക്കറിയത്തില്ല, അവരോട് പോയി ചെയ്യാം. നമ്മൾ ഒരിക്കൽ പോലും ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, ഇടാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഫേസ്ബുക്കല്ല, ഫെയ്ത്ത് ബുക്ക് പറയുന്നു, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ സ്തോത്രം ആരെയും അറിയിക്കില്ല. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. നമ്പർ 1. നമ്പർ 2, 2, ഉപവസിക്കുമ്പോൾ സ്തോത്രം വേറെ ആരെയും അറിയിക്കില്ല. നീ ഉപവസിക്കുമ്പോൾ നീയും കർത്താവ് മാത്രം വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മണവാളനോടുകൂടെ മണവാട്ടി വസിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. അവൾ ഒരിക്കലും മൈക്ക് കെട്ടിവെച്ച്, മണവാട്ടി മൈക്ക് കെട്ടിവെച്ച് ദേശത്തെല്ലായിടത്തും ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പോണേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പെണ്ണാണെങ്കിൽ സംതിങ് റോങ്. കമാൻ, കേട്ടോ രാമേൻ പറഞ്ഞേ. സ്തോത്രം. നാട്ടുകാരെയും വീട്ടുകാരെയും, നീ ഉപവസിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവ് മാത്രം, നീ നിൻ്റെ മണവാളന് മാത്രം അറിഞ്ഞാൽ മതി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് 21 വരുന്നേ, 40 വരുന്നേ, 7 വരുന്നേ, 3 വരുന്നേ വാ എന്ന് പറയുന്നതല്ല ഉപവാസം. സ്തോത്രം. പറയാതെ തന്നെ ആത്മാവിനെ നിറവിൽ ഉപവസിക്കുന്ന ധാരാളം പേരെന്നല്ല, എല്ലാവരും ഒക്കെ എങ്ങനെയാണ് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാ. ഇനി അടുത്ത ബ്രദർ പറഞ്ഞിട്ട് വേണം ഉപവസിക്കാൻ. നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ ബ്രദറും സിസ്റ്ററും അല്ല പിടിക്കുന്നത്. നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെതായ റിമോട്ട് കൺട്രോൾ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവാണ് ഹോൾഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സോ ഈ മനുഷ്യൻ്റെ ആത്മബലം, ഈ പ്രാർത്ഥനാ മനുഷ്യനാകുന്ന ഏലിയാവിൻ്റെ ആത്മബലം നിങ്ങൾക്ക് കർമ്മേലിൽ തീ ഇറങ്ങിയതായ ആ സ്ഥലത്ത് മാത്രമല്ല കാണാൻ പറ്റുന്നത്. 3 അനുഭവങ്ങളിലൂടെ ദൈവം ഏലിയാവിനെ നടത്തി. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിടാം. സ്തോത്രം. ഒരു പ്രാർത്ഥനാ മനുഷ്യന് 3 സ്തോത്രം അനുഭവങ്ങളുണ്ടായിരിക്കും. 1 കെരീത്, 2 സീദോൻ, 3 കർമ്മേൽ. ഇത് കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല, എല്ലാവരും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. സ്തോത്രം. 1 കെരീത്. ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് നീ എങ്കിൽ നീ ഒരു വിശ്വാസത്തിന് മനുഷ്യനായിരിക്കും. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ നീ ആരായിരിക്കും? നീ വിശ്വാസത്തിന് മനുഷ്യനായിരിക്കും. പ്രെയർ മാൻ, ഹി മസ്റ്റ് ബി എ ഫെയ്ത്ത് മാൻ, അല്ലെങ്കിൽ മാൻ ഓഫ് ഫെയ്ത്ത് ആയിരിക്കും. സ്തോത്രം. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഒരു മാൻ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിന് മനുഷ്യനായിരിക്കും. വിശ്വസിക്കുന്നവന് മേൽ ഒരിക്കലും സംശയത്തിന് വാഴുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവന് മേൽ സംശയത്തിന് വാഴുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ. പ്രാർത്ഥിക്കുന്നവനെ കൺഫ്യൂഷന് സ്ഥാനമില്ല. പ്രാർത്ഥിക്കുന്നവനെ നിരാശ തൊടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സൊരിക്കലും പിശാചിൻ്റെ ചിലന്തി വലയാകത്തില്ല. കാരണം എന്താണ്? പ്രാർത്ഥന സകല ചിലന്തി വലകളെയും സകല കൺഫ്യൂഷനെയും തകർത്ത് മാറ്റുന്നതാണ്. കേൾക്കുന്നവർ കരങ്ങളെ അടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കൺഫ്യൂഷൻ വിട്ടു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിശ്വാസം മാറിപ്പോകട്ടെ. കാരണം പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ സ്തോത്രം, യഥാർത്ഥ പ്രാർത്ഥന, യഥാർത്ഥ ദൈവാത്മാവിൽ നിറഞ്ഞുള്ളതായി പ്രാർത്ഥന. ഞാൻ പറയുന്നത് ജൽപ്പനമല്ല. സ്വർഗ്ഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നോ, ജൽപ്പനമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ആത്മനിറവിലുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ചിലരുടെ പ്രാർത്ഥന എങ്ങനെയല്ല. ജനുവരി പ്രാർത്ഥിച്ചതിനെ ഫെബ്രുവരി പറയുന്നു, ഫെബ്രുവരി തന്നെ മാർച്ച് തന്നെ സ്തോത്രം ഏപ്രിൽ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, സ്തോത്രം, ആ ഫോണിൽ അങ്ങ് റെക്കോർഡ്
റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് അങ്ങ് ഓൺ ചെയ്യുന്ന പോലെയുള്ളൂ. ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ഇന്നും അതേപോലെ ഉരുവിടുന്നെങ്കിൽ ആവർത്തന വിരസതയല്ല പ്രാർത്ഥന. എൻ്റെ പപ്പയെ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ പപ്പയെ നോക്കി, പപ്പ ഗുഡ് മോർണിംഗ് ഒരിക്കൽ പറയും, അല്ലെങ്കിൽ 2 പ്രാവശ്യം പറയും ഗുഡ് മോർണിംഗ്. ഞാനൊരു 32 പ്രാവശ്യം പപ്പ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അങ്ങനെയാണെങ്കിൽ മമ്മിയെ നോക്കിയിട്ട് പറയും, സുരേഷിന് എന്തോ കുഴപ്പമുണ്ട്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. ഒരേ പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ തമ്പുരാൻ പറഞ്ഞില്ലെങ്കിൽ ദൂതന്മാർ പറയും, നിന്റെ മോൻ എന്തോ കുഴപ്പമുണ്ട് കർത്താവേ. സോ ആത്മനിറവിലുള്ള പ്രാർത്ഥന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ജൽപ്പനങ്ങളാകല്ലേ. ഞാൻ നിങ്ങളെ പൊളിക്കാനല്ല വന്നത്, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനല്ല വന്നത്. കം ഓൺ ഇൻ ജീസസ് നെയിം. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. യെസ് ലോർഡ്. ഒരു യഥാർത്ഥ ആത്മീയനാണെങ്കിൽ അവനൊരിക്കലും സ്തോത്രം കാറ്റിൽ പറന്ന് നിൽക്കുന്ന പട്ടമല്ല. പട്ടം പറത്തിയിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. പട്ടം പറത്തി സഹോദരിമാരും ഉണ്ടോ? എൻ്റെ ദൈവമേ. ഹലോ. പട്ടം പറത്തിയിട്ടുള്ളവർ പട്ടം കണ്ടിട്ടുള്ളവർ കരങ്ങളെ ജൽപ്പിച്ചാട്ടെ. ഈ പട്ടമല്ല ഞാൻ പറഞ്ഞത്. ഓ കമോൺ. കൈറ്റ് സ്തോത്രം. അപ്പോൾ ആ പട്ടം നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യമായ ഒരു നൂലാണ്. അദൃശ്യമായ നൂല്. അതുവരെ മാത്രമേ അതിന് പൊങ്ങാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം പൊങ്ങാൻ പറ്റും. അതല്ല ആത്മീയം, അതല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. അദൃശ്യമായ ഏതോ ഒരു ചേട്ടൻ, ചേച്ചി, സാഹചര്യം, ചുറ്റുപാട്, ദുരാത്മാവൻ, നോ. ഒരു ഉപാധികളും നിങ്ങൾ നിയന്ത്രിക്കാതെ കാറ്റിലെ അപ്പൂപ്പൻ താടി, അതാണ് ഒരു ആത്മീയ ജീവിതം. കാറ്റിലെ അപ്പൂപ്പൻ താടി ഏത് വഴിക്ക് പോകുന്നു അതിന് പോലും അറിയത്തില്ല. ഇതാണ് എൻ്റെ അവസ്ഥ, നിങ്ങളുടെ അവസ്ഥ. നാളെ എങ്ങനെയാകുമെന്ന് ഒരു പിടിയില്ല. എക്സൈറ്റഡാ. ഓരോ ദിവസം രാവിലെ ഇരുന്നൊക്കെ എക്സൈറ്റഡ്. അപ്പച്ചൻ എന്തായിരിക്കും സ്പെഷ്യൽ പാക്കേജ് എന്ന് ഓപ്പൺ ചെയ്ത് തരുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം ക്രിസ്തീയ ജീവിതം ഫുൾ ഓഫ് എക്സൈറ്റ്മെൻ്റ് ആണ്. സ്തോത്രം. സോ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് അവിശ്വാസമില്ല, പ്രാർത്ഥിക്കുന്നവർ കൺഫ്യൂഷൻ തൊടത്തില്ല, പ്രാർത്ഥിക്കുന്ന നിരാശ തൊടല്ല. യേശുവിൻ്റെ നാമത്തിൽ നിരാശപ്പെടേണ്ട വിഷയങ്ങൾ വരാം, കൺഫ്യൂഷൻ്റെ അനുഭവങ്ങൾ വരാം. വാർഫീൽഡിലാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇത് പ്ലേ ഗ്രൗണ്ട് അല്ല, യുദ്ധക്കളത്തിലൂടെയാണ് പോകുന്നത്. പക്ഷേ നിരാശ വന്നാൽ, പോരുകൾ വന്നാൽ ഉടനെ പറയണം, ദുഷ്ടപ്പിച്ചാതെ ഇത് ഏത് വീടെന്നറിയോ? ഇത് പ്രാർത്ഥിക്കുന്ന വീടാ. ഇത് പ്രാർത്ഥിക്കുന്ന വീടാ. ഈ ബൈബിൾ സ്റ്റഡി കേൾക്കുന്ന നല്ല ഞാൻ മാനിക്കുന്ന ഒരു സഹോദരിയുണ്ട്, ഒരമ്മയാണ്, വലിയമ്മച്ചിയാണ്. ഈ അടുത്ത സമയത്ത് അവരെ വലിയമ്മച്ചിയായി. ഇരട്ട കുട്ടികൾ ജനിച്ച് സ്തോത്രം ഒരു വിദേശ രാജ്യത്താണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിൽ ഇരട്ട കുട്ടികൾ ഒരു കുഞ്ഞിനെ നോക്കി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ആ കുട്ടിക്കുണ്ട്. ഞാനത് അറിഞ്ഞിട്ടാണ് അവരെ വിളിച്ചിട്ട്, അയ്യോ സിസ്റ്റർ ഇങ്ങനെയാണല്ലോ എന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ തിരിച്ച് എന്നോട് പറഞ്ഞത് എങ്ങനെയെന്നറിയോ? സ്തോത്രം. ഞാനവരെ വലിയമ്മച്ചിയാണെങ്കിൽ അങ്ങനെ നടക്കത്തില്ല. ഞാനേ അങ്ങ് വിലപ്പെട്ടു. നമ്മൾ വലിയ ദൈവദാസനായി അവരെ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് അവരെ തരും. ഞാനവരെ വലിയമ്മച്ചിയാണെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു അത്ഭുതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ തിരിച്ച് പറഞ്ഞാൽ എന്താ പറയുക? അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അവർ രണ്ടുപേരും അത്ഭുതമാണ്. ഓഹോ, കടുവയെ പിടിക്കുന്ന കിടുവകൾ. സ്തോത്രം. ഞാൻ അവരെ വലിയമ്മച്ചിയാണ്. അതിനർത്ഥം പ്രാർത്ഥിക്കുന്ന ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം, പ്രാർത്ഥിക്കുന്ന ഞാൻ സ്തോത്രം ഈ വീട്ടിലുള്ളിടത്തോളം, ഞാൻ അവരുടെ അമ്മയാണെങ്കിൽ, ഞാൻ അവരുടെ അപ്പനാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ പ്രശ്നം എനിക്കുള്ളതല്ല. എൻ്റെ വീട്ടിലെ പിള്ളേർ വാക്കിംഗ് മിറക്കിൾസ് ആയിരിക്കും. അവർ ദൈവവേല ചെയ്യും. വൈകല്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതല്ല, ബലഹീനത നമുക്കുള്ളതല്ല, പ്രിമച്ചുവർ ഡെത്ത് നമുക്കുള്ളതല്ല. ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസാണ് നമ്മുടെ വീട്ടിലുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ രോഗക്കിടക്കകൾ മാറി വിരിക്കട്ടെ, രോഗക്കിടക്കകൾ വിട്ടുപോകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. സോ ഒന്നാമത്തെ സ്റ്റേഷൻ ഏലിയാവിൻ്റെ ദൈവം വെച്ചത് കെരീതാണ്. രാവിലെ വൈകിട്ട് കാക്ക കൊണ്ടുവന്ന് അപ്പം കൊടുക്കുമായിരുന്നു. ഈ മന്ന കൊടുക്കുന്ന എത്ര നേരമായിരുന്നു? മന്ന കൊടുക്കുന്ന എത്ര നേരമായിരുന്നു? പറ പിള്ളേരെ, 2 നേരം അല്ല 16 നേരം അല്ല മന്ന തിന്നുന്നേ.
കൂടെ അടുക്കളയിൽ അയാൾ പോകാറുണ്ട്. കൂടെ ഞങ്ങളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ കൂടെ അടുക്കളയിൽ ഇങ്ങനെ കയറി ഇറങ്ങാറുണ്ട്. കൂടെ സ്നാക്സ് കഴിക്കുന്നവരെ കണ്ടാൽ അറിയാം. ഒരിക്കൽ കൂടെ സ്നാക്സ് കഴിക്കുന്നവർ സ്തോത്രം ഈ ബേക്കറിയിലിരിക്കുന്ന ഭരണി പോലെ ആ ഷേപ്പിലുള്ളവരെ കൂടെ കാക്ക വന്നില്ല, കൂടെ മഞ്ഞ പൊഴിഞ്ഞില്ല. കമോൺ, അടുത്തയാഴ്ച വരണേ പൊഴിഞ്ഞേ, അടുത്തയാഴ്ച ഞായറാഴ്ച സ്വാഭാവികമുണ്ട് വരണേ പ്ലീസ്. സ്തോത്രം. ദൈവം കൂടെ മഞ്ഞ പൊഴിച്ചില്ല, ദൈവം കൂടെ കാക്ക അയച്ചില്ല. ഈസ് ദ ഗോഡ് ഓഫ് ഡിസിപ്ലിൻ. നല്ല ബൈബിൾ സ്റ്റഡി. ഇത് കേട്ടിട്ട് വേണം എനിക്ക് ഒരിക്കൽ കൂടെ ബലപ്പെടാം. സ്തോത്രം. നോക്ക്, ദൈവം കൂടെ കാക്ക അയച്ചില്ല, ദൈവം കൂടെ മഞ്ഞയും പൊഴിച്ചില്ല. രാവിലെയും വൈകിട്ടും 2 നേരത്തെ ആഹാരം. മഞ്ഞയും പൊഴിഞ്ഞത് രാവിലെയും വൈകിട്ടും. അയ്യോ, 3 നേരം ആഹാരം ഇല്ലെങ്കിൽ നീ ചത്തുപോകത്തില്ല. റിയലി ചത്തുപോകത്തില്ല. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ആത്മീയരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്തോത്രം ആഹാരത്തിലല്ല, അടുക്കളയിലല്ല, ശമ്പളത്തിലല്ല, പണത്തിലല്ല, ഭൗതികമായ ഒരു ഉപാധിയിലുമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അയ്യോ, ബോസ് തന്നില്ലെങ്കിൽ, ബോസിനെ കാണുന്നതിന് മുമ്പേ നിന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഈ ശമ്പളം വരുന്നതിന് മുമ്പ് നിന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ഈ സ്തോത്രം ചർച്ചിൽ എത്തുന്നതിന് മുൻപേ നിന്നെ പുലർത്തിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഡിപ്പെൻഡൻസി ചർച്ചിലല്ല, ദൈവദാസനല്ല, നിൻ്റെ ആശ്രയം ദൈവത്തിലാണ്. അതാണ് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതത്വം, ആരോഗ്യം. സ്തോത്രം. സോ ഒന്നാമത്തെ സ്റ്റേഷൻ രാവിലെ വൈകിട്ടും കാക്ക കൊണ്ടുവന്ന് അപ്പം കൊടുത്തു. രണ്ടാമത്തെ സ്ഥലം സീദോനാണ്. സീദോൻ എവിടെ എഴുതിയിരിക്കുന്നു? 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9-ാം വാക്യത്തിലോ മറ്റുമാണ്. സീദോൻ എന്ന സ്ഥലത്തേക്ക് ദൈവം സ്തോത്രം അതെ എലിയ 17-ാം അധ്യായം 9. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം. നോക്കിയേ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധയോട് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സീദോൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അയച്ചിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, സീദോൻ. ഒരിക്കൽ കൂടെ, സീദോൻ എന്ന് പറയുന്നത് ബാൽ ദൈവത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ ആണ്. ബാലിൻ്റെ പ്രധാന ക്ഷേത്രം നിൽക്കുന്നത് സീദോനിലാണ്. സീദോൻ എന്ന് പറയുന്നത് ഇസബേലിൻ്റെ ജന്മസ്ഥലമാണ്. അല്ലെങ്കിൽ ഇസബേൽ ജനിച്ചു വളർന്ന് സ്തോത്രം വന്നത് ഈ സീദോനിലാണ് ഇസബേലിൻ്റെ അപ്പനാകുന്ന എത്തുബാൽ മന്ത്രവാദം ചെയ്യുന്നത്. അതൊരു മന്ത്രവാദത്തിൻ്റെ സ്ഥലം, ഭയങ്കര ഇൻ്റർനാഷണൽ ലെവലിലുള്ള മന്ത്രവാദം നടക്കുന്ന സ്ഥലം. അതൊരു വ്യഭിചാരത്തിൻ്റെ സ്ഥലം. ഇസബേൽ വന്നത് അവിടെ നിന്നാണ്. അതൊരു മന്ത്രവാദത്തിൻ്റെ സ്ഥലം, അതൊരു വ്യഭിചാരത്തിൻ്റെ സ്ഥലം, അതൊരു വിഗ്രഹാരാധനയുടെ സ്തോത്രം ഹെഡ് ക്വാർട്ടർ. സോ അങ്ങനെയുള്ളതായ സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ് ഉള്ളതായ ഒരു ഭയങ്കര ഡീമണിക് പ്ലേസിൽ ഒരു സാധാ ഏലിയാവിനെ അല്ല ദൈവം അയച്ചത്. 6 മാസം കെരീത് തോട്ടിൽ വെച്ച് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ദൈവം അങ്ങോട്ട് അയച്ചത്. നിരാത്രി ആരെയെ നോക്കി എനിക്ക് പറയാനുള്ളത്, ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ഒരു ഹൈ ലെവൽ വിക്ടറിക്ക് വേണ്ടി ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക, ഹൈ ലെവൽ ബാറ്റിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഹൈ ലെവൽ വിക്ടറിക്ക് വേണ്ടി ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുന്നു. ഈ ദിവസം ബാറ്റിലുണ്ടെങ്കിൽ അത് വലിയൊരു വിക്ടറിയാണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ബാറ്റിലിന് വേണ്ടിയല്ല, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് വിക്ടറിക്ക് വേണ്ടിയാണ്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയല്ല, ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ജയത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. കരീത് തോട്ടിൻ്റെ കരയിൽ 6 മാസം ദൈവത്താൽ ട്രെയിൻ ചെയ്യപ്പെട്ടതായ ഏലിയാവിനെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ദൈവം സ്തോത്രം സീദോനിലേക്ക് അയച്ചു. ആ സീദോനിൽ ചെന്ന് സ്തോത്രം, നമുക്ക് ടൈമില്ല, പെട്ടെന്ന് നിർത്തട്ടെ. സീദോനിൽ ചെന്ന് സ്തോത്രം അതെ ഒരു യുവതിയായ വിധവയുടെ ഭവനത്തിൽ അവൻ 3 വർഷം പാർത്തു. വിധവയായ ഒരു യുവതി, സ്തോത്രം. കാരണം അവളുടെ മകൻ വന്നിട്ട് തീരെ ചെറുപ്പമായ ഒരു കുട്ടിയാണ്. ലാഡ് എന്നാണ് ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്, കുഞ്ഞ്. സ്തോത്രം അതെ. സോ അവൾക്ക് മാക്സിമം എത്ര വയസ്സുണ്ടായിരിക്കും? അവൾക്ക് എത്ര വയസ്സ്? അക്കാലത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് 14, 15, 16 വയസ്സ് മാക്സിമം. ഇന്നൊരു 31ൻ്റെ വെയിറ്റ് ഉണ്ട്, അന്നത്തെ 17-ന്. ഇന്നത്തെ 31ആകുമ്പോഴേക്കും അയ്യോ മത പേരൻസിന് എന്തോ സ്തോത്രം ഭാരമായിരിക്കും. എത്ര വേദനയാണ്. ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുട്ടികളെല്ലാം സ്തോത്രം റൈറ്റ് ടൈമിന് എസ്റ്റാബ്ലിഷ് ആകണം. കേട്ടവരെല്ലാവരും നല്ലൊരു ആമേൻ പറഞ്ഞ്
സക്കാലത്ത് 15-16 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്നെങ്കിൽ അവൾക്കൊരു 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ സ്തോത്രം 26 വയസ്സ് അമ്മയ്ക്ക് പ്രായം, ആ വിധവയ്ക്ക്, അവളുടെ വിധവയ്ക്ക് 26 വയസ്സ് പ്രായം, മാക്സിമം 30, അങ്ങേറ്റം പോയാൽ 30. സോ 30 വയസ്സ് പ്രായമുള്ള ഷീ നോ വാട്ട് ഈസ് ഫാമിലി ലൈഫ്, വാട്ട് ഈസ് ഫിസിക്കൽ ഇൻറ്റിമസി ആൻഡ് സോ ഓൺ. സ്തോത്രം. അങ്ങനെ ജീവിതം എന്തെന്ന് അറിയാമെന്നുള്ള അവളെ വീട്ടിലേക്കാണ് ടീമായിട്ടല്ല പുള്ളി പോയത്, ഒറ്റയ്ക്കാണ് പോയത്. പാപം ചെയ്യാൻ എല്ലാ സാധ്യതയുമുള്ള സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞയച്ച് അവൻ വിശുദ്ധൻ എന്ന് തെളിയിച്ചു. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കാണാതെ അവിടേക്ക്. സ്തോത്രം. പാപം ചെയ്യാൻ സാഹചര്യമുള്ള സ്ഥലത്താണ് നീ വിശുദ്ധൻ എന്ന് തെളിയുന്നത്. അല്ലാതെ ഞാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, ആരോടും സംസാരിക്കുന്നില്ല, എന്നോടും ആരോടും സംസാരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ നിന്നെയും തൊടത്തില്ല, നീ എന്നെയും തൊടത്തില്ല, ഒരുപാട് വിശുദ്ധി എന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല നിൻ്റെ സ്പിരിച്വൽ സ്ട്രെങ്ത്. സ്തോത്രം. നിനക്ക് പാപം ചെയ്യാൻ സാഹചര്യം കിട്ടിയിട്ടും നീ പാപം ചെയ്യാതിരിക്കുന്നതാണ് ദൈവിക വിശുദ്ധിയുടെ അടയാളം. സ്തോത്രം. തിരുവചനം പറയുന്നു. സ്തോത്രം. അതെ, അവന് 3 വർഷമാണ് അവിടെ താമസിച്ചത്. 3 വർഷം പുള്ളി അവിടെ ചെന്നിരുന്ന് ക്രിക്കറ്റിൻ്റെ സ്കോർ ആ ചേച്ചിയുമായി ഡിസ്കസ് ചെയ്യല്ല. 3 വർഷം പുള്ളി അവിടെ താമസിച്ചിട്ട് 3 ദിവസമല്ല, വെള്ളി ശനി ഞായർ 3 ദിവസത്തെ കൺവെൻഷനല്ല. സ്തോത്രം. 3 വർഷം പുള്ളി അവിടെ താമസിച്ചിട്ട് അവിടുത്തെ വാചകം പിടിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. നോ വേ, നോ വേ. ഞങ്ങളൊക്കെ ഹോട്ടലുകളാണ് പ്രിഫർ ചെയ്യുന്നത് മീറ്റിങ്ങിന്, ഏത് സംസ്ഥാനത്ത് പോയാലും. അപൂർവം ചില സ്ഥലങ്ങളിൽ, അപൂർവം, ഒരു 10% ഒന്നും കാണത്തില്ല, 5% അതിൻ്റെ താഴെയൊക്കെ കാണത്തുള്ളൂ. ഏതെങ്കിലും വീടുകളിൽ താമസിച്ചാൽ അവിടെ ചെല്ലും, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കും, പിന്നെ കാണത്തില്ല, റൂമിനകത്തിരിക്കും. കാരണം യഥാർത്ഥ ഒരു ദൈവദാസൻ്റെതായ മാന്യത എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ഇരിക്കുന്നവനാണ് ദൈവദാസൻ. അല്ല മനുഷ്യനോട് കൂടിയിരുന്ന് വളിപ്പ് പറഞ്ഞ് ഓ നോ വേ, നോ വേ, കരങ്ങളെ ഉയർത്തിയ കാലൊരുക്കി പറഞ്ഞു ഞാൻ നിർത്തി. സോ ഈ ഏലിയാവിൻ്റെ ഈ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഏലിയാവിൻ്റെ ഈ കോൺസെക്രേഷൻ, ഈ സെപ്പറേഷൻ, ഈ ഹോളിനെസ്, ഏലിയാവിൻ്റെ ഈ കോൺസെക്രേഷൻ, ഏലിയാവിൻ്റെ ഈ വിശുദ്ധിയാണ് എലീശായിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം സ്തോത്രം. ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങൾ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ, ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങൾ പോകുമ്പോൾ വായ, പയം എന്ന് പറയുന്നെങ്കിൽ ആ നാടിൻ്റെ തയക്കവും പയക്കവും അതാണ്. മനസ്സിലായോ? സോ ഇതുപോലെ അപ്പൻ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും പിള്ളേർ, അമ്മ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും മക്കള്. അപ്പൻ്റെ അമ്മയുടെ ക്വാളിറ്റി അറിയണമെങ്കിൽ മക്കളെയിലേക്ക് നോക്കിയാൽ മതി. അർത്ഥം ഏലിയാവിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ എലീശായിലേക്ക് നോക്കിയാൽ മതി. ഗേഹസിയുമായി എലീശ പോവുകയാണ്. 2 രാജാക്കന്മാർ 4. സ്തോത്രം. സരഫാത്തിലെ വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവ് പോയതെങ്കിൽ ശൂന്യംകാരത്തിയുടെ വീട്ടിലേക്കാണ് എലീശ പോയത്. ശൂന്യംകാരത്തിക്ക് ഭർത്താവുണ്ട്, പക്ഷെ വൃത്തനാണ്, മക്കളില്ല. വൃത്തനാണ്, മക്കളില്ല. വിവാഹം കഴിഞ്ഞ് ഒത്തിരി നാളായി. ഇത് ആർക്കറിയാം? എലീശായ്ക്ക് അറിയത്തില്ല. എലീശായ്ക്ക് ഒത്തിരി പ്രാവശ്യം അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എലീശ ഒത്തിരി പ്രാവശ്യം അവിടെ ഭക്ഷണം കഴിച്ചിട്ടും എലീശായ്ക്ക് അറിയത്തില്ല. പക്ഷേ ഗേഹസിക്ക് അറിയാം, അസോസിയേറ്റ് പാസ്റ്ററിന് അറിയാം. കാരണം സീനിയർ പാസ്റ്റർ വാനനിരീക്ഷണമാണ്, അസോസിയേറ്റ് പാസ്റ്റർ ഭൂമിശാസ്ത്രമാണ്. ഒരുത്തൻ കഴുകനും വേറൊരുത്തൻ കോഴിയും. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ്, ആരാണ്, എന്താണ്, ഈ അച്ചാർ എവിടെ നിന്ന് മേടിച്ചു, ഈ കിച്ചടി എങ്ങനെ ഉണ്ടാക്കി, ഈ മോരെന്ന് കാച്ചി, സ്തോത്രം, ഈ ഈ ഈ ഈ തൈര് പശുവിൻ്റെ ആണോ, എരുമയുടെ ആണോ, ആടിൻ്റെ ആണോ, ഒട്ടകത്തിൻ്റെ ആണോ, എല്ലാം ചോദിച്ച് കം ഓൺ സ്റ്റോപ്പ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറയുന്നത് ദൈവകൃപയാൽ ഒരു ക്വാളിറ്റി ഉണ്ട് കുട്ടി. വളിപ്പിൽ ജീവിക്കാതെ ഒരു ക്വാളിറ്റി ഉണ്ട്. കേൾക്കുന്ന റാമേൻ പറഞ്ഞ് 3 വർഷം പുള്ളി സ്തോത്രം ഏലിയാവ് 3 വർഷം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സീതോനിലെ സ്തോത്രം, സീതോനിൽ പോയിരുന്ന സാരഫാത്തിലിരുന്ന് അവൻ പ്രാർത്ഥിക്കുക. 3 വർഷം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ബലം ഉണ്ടാവും. 3 വർഷം സ്തോത്രം മനുഷ്യനോട് കമാ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒരക്ഷരം പറയാതെ അവൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇത് 2025, 26, 27, 28 3 വർഷം സംസാരം കുറച്ച്, പേപ്പർ കാണാതെ പഠിക്കാതെ, ടിവിയുടെ മുമ്പിൽ ടൈം സ്പെൻഡ് ചെയ്യാതെ 3 വർഷം പ്രാർത്ഥിച്ചു നോക്ക്. പട്ടണം മാറുന്നത് നീ കണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനകൾക്കൊരു ഫലമുണ്ട്, ഫലമില്ലാത്തതല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. വാക്കുകളെ കുറയ്ക്ക്. സ്തോത്രം. മനുഷ്യനോട് സംസാരിക്കുന്ന നിർത്ത്, ഫോണിൽ ചിരണ്ടുന്നത് നിർത്ത്.
പകരം സ്തോത്രം ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ അവൻ വിശുദ്ധിയിൽ നിന്നു. അപ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് വിശുദ്ധനായിരിക്കും ഒരു പ്രാർത്ഥന മനുഷ്യൻ. നമ്പർ 3, മൂന്നാമത്തവൻ കോൺഫ്രണ്ടേഷനിൽ ജയിക്കുന്നവനാണ് പ്രാർത്ഥനാ മനുഷ്യൻ. സ്തോത്രം. സകല വെല്ലുവിളികൾ ജയിക്കുന്നവനാണ് പ്രാർത്ഥനാ മനുഷ്യൻ. നിനക്കൊരു കോൺഫ്രണ്ടേഷനുണ്ട്, നിനക്ക് പോരാട്ടമുണ്ട്. സകല പോരാട്ടങ്ങൾ ജയിക്കുന്നവനാണ് പ്രാർത്ഥനാ മനുഷ്യൻ. ലൈഫിൽ പോരാട്ടം കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ പോരാട്ടം എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ പോരാട്ടം തോറ്റത് കൊണ്ടാണ് ഈ ഒറ്റ പീസായി നീ ഈ ബൈബിൾ സ്റ്റഡിക്ക് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പോരാട്ടം വരും, പോരാട്ടം പോകും, നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സ്ഥലം, ഒന്നാമത് കെരീതായിരുന്നു, രണ്ടാമത് സീദോനാണ്, മൂന്നാമത് കർമേൽ. യേശുവിൻ്റെ നാമത്തിൽ കർമേൽ. നിന്നെ തുറിച്ചു നോക്കുന്ന അശ്ശേര പ്രവാചകന്മാരുണ്ട്, നിന്നെ തുറിച്ചു നോക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരുണ്ട്, നിന്നെ തുറിച്ചു നോക്കുന്ന സ്തോത്രം ആഹാബ് രാജാവും അവൻ്റെ ഡിപ്ലോമേറ്റ്സും ഉണ്ട്. നീ ആരാകും എന്താകുമെന്ന് തുറിച്ചു നോക്കുന്ന ദുർഭൂത ശക്തികളുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്. നിൻ്റെ വീട്ടിൽ എന്ത് നടക്കുമെന്ന് കമ്പയർ ചെയ്യുന്നതായ പാരമ്പര്യക്കാരുണ്ട്, ദൈവമില്ലാത്ത ജാതികളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, പ്രത്യക്ഷമായി തീ വീണതുപോലെ, പ്രത്യക്ഷമായി തീ പോലെ പ്രത്യക്ഷമായ ഒരു അടയാളം നൽകി, പ്രത്യക്ഷമായ ഒരു അടയാളം നൽകി ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രത്യക്ഷമായ ഒരു അടയാളം നൽകി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിന്നെ മാനിക്കട്ടെ. നീ ഒരു പ്രാർത്ഥന മനുഷ്യൻ ആണ് എങ്കിൽ നിനക്ക് പോരാട്ടത്തിൻ്റെ കർമ്മേലുകൾ ഉണ്ട്. പക്ഷേ കർമ്മേലുകൾ നീ പതറത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പൈശാചികവും മാനുഷികമായ ശക്തികൾ, അശ്വര ശക്തികൾ, ബാലിൻ്റെ ശക്തികൾ, അശ്വര ശക്തികൾ, ഒരു വശത്തെ മനുഷ്യന് മറുവശത്തെ സാത്താന് നിങ്ങളോട് പൊരുതും. സ്തോത്രം. ഒരു വശം, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു വശത്തെ മനുഷ്യന് മറുവശത്തെ സാത്താൻ നിങ്ങളോട് പൊരുതും. പക്ഷെ നിന്നോട് പൊരുതുന്നവർ നിന്നോട് ജയിക്കയില്ല. നിന്നോട് പൊരുതുന്നവർ നിന്നോട് ജയിക്കയില്ല. നിന്നോട് ഈ ദിവസങ്ങൾ പൊരുതുന്നതായ പ്രശ്നങ്ങൾ നിന്നെ ജയിക്കയില്ല. നിന്നോട് ഈ ദിവസങ്ങൾ പൊരുതുന്നതായ ശക്തികൾ നിന്നെ ജയിക്കയില്ല. കാരണം ദൈവം നിനക്ക് മുൻപടയായി പുറപ്പെട്ടു കഴിഞ്ഞു. നിന്നോട് പൊരുതുന്നവരോട് പൊരുതുവാൻ, നിന്നോട് പൊരുതുന്നതായ വിഷയങ്ങൾക്ക് ജയം നൽകാൻ ദൈവം നിനക്ക് മുൻപായി പുറപ്പെട്ടു കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചാട്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി ശക്തിയോടെ. റാം ശാന്തലനമ ഉടിദിവികമന റഖാന റഹുസ്സെഹിദിയം സജനദിയക്ഷ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന, 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 പ്രാർത്ഥന. ലാബുദാനംദിരി ബ്രംദിനാ റഖനാ ഹസ്തിനാ ദീഗലം ദീനഗലം ദൂനി ബെന്ദുനൂറൊക്കൊലോ ഹോഷിഖലാമന ഹംസജനാദി ഗന്ധീര. ഓ പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥന ആത്മാവിനാൽ നിറച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥന ആത്മാവിനാൽ നിറച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥന ആത്മാവ് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാ അങ്കിളുമാരെ, ആൻറ്റിമാരെ, സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറച്ചാട്ട്. ഈ കരങ്ങൾ അടിച്ച് അങ്ങേ ആരാധിക്കുന്ന എല്ലാവരുടെ മേൽ, ഓൺലൈൻ കണ്ട് കരങ്ങളെ അടിച്ച് ആരാധിക്കുന്ന എല്ലാവരുടെ മേലും പ്രാർത്ഥനയുടെ ആത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. റാം സേ ഠേനി ആന്തലിനെ ബൗഷ ജീവദന ബൗഷ ദുനിനി അംസ ജനദിയ ധനന ബഹോരിയാസി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കൺഫ്യൂഷൻ വിട്ടുപോകട്ടെ, എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ, എല്ലാ വേദനകൾ നീങ്ങിപ്പോകട്ടെ. പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥനയുടെ മഞ്ഞ് വീഴട്ടെ. ഹെർമോനിയ മലയിൽ എപ്പോഴും മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്നത് പോലെ, ഹെർമോനിയ പർവ്വതത്തിൽ മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആ വീട് മുഴുവൻ പ്രാർത്ഥനയാൽ പൊതിയപ്പെടട്ടെ. ആ വ്യക്തികൾ മുഴുവൻ പ്രാർത്ഥനയാൽ പൊതിയപ്പെടട്ടെ.